ഞാൻ ജനിച്ചത് വളരെ ദരിദ്രമായ ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ്. നാട്ടിൽ ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബം, ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ദൈവം ഇല്ലെന്നൊരു ചിന്ത വളർന്നു വന്നിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നത് മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവമാണ് ദൈവമെന്ന്. എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് ഉയരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പഠിക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു റബ്ബർ വെട്ട് പഠിച്ചോളെ, റബ്ബർ ടാപ്പിംഗ്. അങ്ങനെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം കോളേജിൽ പോകുന്നത് കാണുമ്പോൾ ഞാൻ ഈ റബ്ബർ മരത്തിൽ ചാരി നിന്ന് ഇങ്ങനെ കരയും. മനസ്സിലൊരാഗ്രഹം, ഒരു സ്വപ്നം, എന്നെങ്കിലും ഒരു കാലത്ത് ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണം. ഞാനെന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് പണം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ചിന്ത പോലും പോയിട്ടില്ല. ഈ പേഷ്യൻസിൻ്റെ ദുരിതം ഒന്ന് മാറ്റണം. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന മിനിമം വേജസ് കൊടുക്കാൻ നാം ബാധ്യസ്ഥരല്ലേ? പലരും എന്ത് ചെയ്യുന്നു? 7,000 അല്ലെങ്കിൽ 8,000 10,000 രൂപ കൊടുത്താൽ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കും? ഒരു മിനിമം ഒരു 20,000 അല്ലെങ്കിൽ 15,000 എങ്കിലും കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഒരു കുടുംബത്തിൽ അവർക്ക് ജോലി, അവർക്ക് വണ്ടിക്കൂലിയും അവരുടെ ഭക്ഷണത്തിൻ്റെ എല്ലാം പൈസ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് കിട്ടും? ഇത് കൊടുക്കാനുള്ള മനസ്സ് നമ്മളിൽ പല ആളുകൾക്ക് ഇല്ലെന്നുള്ളത് സത്യമായൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് വളരണം, ഞാനുണ്ടാക്കണം, എനിക്ക് മാത്രം, ആ ചിന്താഗതി നമ്മൾ എല്ലാ വ്യവസായികളുടെ ഉള്ളിൽ നിന്ന് മാറണം. 500 റുപ്പീസ് റെൻ്റേ ഉണ്ടായിരുന്നുള്ളൂ, 500 രൂപ റെൻ്റ് ഉണ്ടായിരുന്നുള്ള 290 സ്ക്വയർ ഫീറ്റ് റൂമിന്. നമ്മുടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ എംപ്ലോയീസിനെ കുറിച്ചല്ല പറയുന്നത്, ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരാൾ ഇവർ എങ്ങനെ നടന്നങ്ങ് പോകാമെന്നിരിക്കട്ടെ, നമ്മളിൽ പലരും നമ്മുടെ എംപ്ലോയീസ് പോലെ ഇങ്ങനെ നോക്കും. ഒരു ജർമ്മൻ, ഒരു ജപ്പാൻ, ഒരു ഇറ്റലിയിലുള്ള ഡെൻ്റൽ ടെക്നീഷ്യൻ, അവർ ജോലി ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചാലും അവർ തിരിഞ്ഞു നോക്കില്ല. അതേ ഒരു കൾച്ചർ തന്നെയാണ് ഞങ്ങൾ ഡെൻകെയറിൽ വളർത്തിയെടുത്തിരിക്കുന്നത്. വാറണ്ടി തുടങ്ങാൻ കാരണം പല പ്രോഡക്ട്സും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ ഒരു ചിന്ത. ഞങ്ങളുടെ എംപ്ലോയീസിൽ ഏതാണ്ട് 80% കൂടുതൽ ലേഡീസാണ് എംപ്ലോയീസ്. അത് ശരിക്കും ഈ മീഡിയ ഉണ്ടാക്കുന്ന ഒരു തരംഗമാണത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ല നല്ല വ്യവസായങ്ങൾ, ഒരു വ്യവസായം ഇവിടെ ഇല്ലെന്നാണോ പറയുന്നത്? എന്തുമാത്രം വ്യവസായങ്ങളിവിടെ ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ തിരുവനന്തപുരത്തല്ലേ? അതാരെങ്കിലും അതിനെക്കുറിച്ച് ഫീച്ചർ ചെയ്യുന്നുണ്ടോ? വലിയ ചാനലുകൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ശരിക്കും കേരളം വ്യവസായത്തിന് പറ്റി ഏറ്റവും നല്ല സ്ഥലമാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കേരളത്തിലെ ആളുകൾ, അവരുടെ സമീപനം, 37 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പോകുന്നത് പോലെ തന്നെ ആളുകൾ തിരിച്ചും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. സാധാരണഗതിയിൽ എല്ലാവരുടെയും ചിന്ത ലോട്ടറി എടുക്കണമെന്നറിയാം, ഇന്നെടുത്ത് നാളെ ഒറ്റ ദിവസം കൊണ്ട് പണക്കാരാവണം, എല്ലാവരുടെയും കാര്യമല്ലേ പറഞ്ഞ്. അങ്ങനെ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാനായിട്ട് കുറുക്കുവഴികളൊന്നുമില്ല. ഹൃദയത്തിൽ ഒരു സ്വപ്നം ലഭിക്കുക എന്നുള്ളൊരു പരമപ്രധാനമായ കാര്യമാണ്. എൻ്റെ പ്രിയങ്കരനായ APJ എനിക്ക് ഒരു മുൻ പ്രസിഡൻ്റ് അവാർഡ് തന്നിട്ടുണ്ട്. ഡ്രീം ഈസ് നോട്ട് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഉറക്കം നഷ്ടപ്പെടുന്നതാണ് സ്വപ്നം. സമൂഹം നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. നമ്മൾ അടച്ചെല്ലാവരും കൊള്ളില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ സത്യസന്ധമായൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും ഉണ്ടാകരുത്. എന്നാൽ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങളുടെ മാനേജേഴ്സിനോടും സൂപ്പർവൈസേഴ്സിനോടും അതിന് മുകളിലുള്ളവരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ശാസിക്കുന്നത്, അവർ വഴക്ക് പറയുന്നത് ഒരു വ്യക്തി വേറെ കേൾക്കരുത്. എന്നാൽ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മൈക്കെടുത്ത് ഉറക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുള്ളൂ. അന്ധമായിട്ട് എതിർക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ നാട് വളരുവാണല്ലോ, അവരെന്നും വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു ചെറിയ വ്യവസായമാണ് തുടങ്ങുന്നതെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് എല്ലാവരുടെ ഭാഗത്തുനിന്ന് വന്നാലേ പറ്റുള്ളൂ. ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് AI വന്നാലും അതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. കേരളത്തിലെ ആളുകൾക്ക് ഒന്നോടെ പ്രോഡക്റ്റ്സൊക്കെ ആക്യുറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ തൊഴിലധിഷ്ഠിതമായ ഒരു എഡ്യൂക്കേഷണൽ സംവിധാനം, ഒരു വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവരുവാണെങ്കിൽ അനേകർക്ക് ജോലി ലഭിക്കാൻ അതൊരു മുഖാന്തരമാകും. If I were to ask you, what is your purpose of being here, what would you say? ഇന്ന് ഞങ്ങളുടെ കമ്പനി വിറ്റാൽ 3,500 കോടി വാല്യുവേഷനുള്ള കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി. കരയുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി ഞാൻ കാണുന്നത്. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ, ആരും അറിയാതെ അനേകരെ സഹായിക്കാനിടയാകുക, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ദൈവം ഹൃദയത്തിലുണ്ടെങ്കിൽ കരയുന്ന ആളുകളോട് കരയണമെന്ന് തോന്നും. Hi, welcome to episode 4 of Backwaters and Boardrooms, a podcast by KSIDC. Our guest today is a very special person. In the 1980s, all he had was a 10th grade education and a propensity to dream big. 3 decades later, he has started a company whose products are shipped to 27 countries. The company has a turnover of 300 crore
It employs around 4,300 people, and the product that it makes resides in the bodies of 15 million people all over the world. His story is not just a business story. It is one of those stories that you categorize under triumph of the human spirit. So, to enlighten us and inspire us today, I'd like to welcome Shri John Kuriakose. താങ്ക് യു സാർ. Let us start at the very beginning. നിങ്ങളുടെ ചെറുപ്പത്തിനെ സംബന്ധിച്ച് കുറച്ച് പോയിന്റ്സ് പറയാം. വാട്ട് ഡിഡ് യുവർ മദർ ഡു, വാട്ട് ഡിഡ് യുവർ ഫാദർ ഡു, ഹു ആർ യുവർ സിബ്ലിങ്സ് ആൻഡ് വാട്ട് വാസ് യുവർ ചൈൽഡ്ഹുഡ് ലൈക്ക്? ഞാൻ ജനിച്ചത് വളരെ ദരിദ്രമായ ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ്. നാട്ടിൽ ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബം, ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എൻ്റെ പിതാവിൻ്റെ അനുജനെ ഒരു നായെ പൂട്ടിയിടും പോലെ ഒരു തൊടലിൽ, ഒരു മുറിയിൽ, ഒരു ഇരുട്ട് മുറിയിൽ പൂട്ടിയിടപ്പെട്ടിരുന്നു. ആ മുറിയിൽ തന്നെയാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. എൻ്റെ അമ്മയുടെ പാരമ്പര്യം പറഞ്ഞാൽ അമ്മയുടെ അപ്പനും അമ്മയും, അപ്പൻ 7 വയസ്സിലും അമ്മ 4 വയസ്സിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അനാഥയായ എൻ്റെ അമ്മ, ഞങ്ങളുടെ വീടും അമ്മയുടെ വീടും തമ്മിൽ ഏകദേശം 5 കിലോമീറ്റർ ദൂര വ്യത്യാസമുള്ളൂ. അമ്മ ഒരു കീറത്തുണി എടുത്തുകൊണ്ട് ഒരു നേരത്തെ ആഹാരം ചോദിച്ചുകൊണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ വിവാഹത്തിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലും ഞാൻ ഏകദേശം 10-11 വയസ്സ് പ്രായം വരെ എൻ്റെ പിതാവിന് മാനസിക രോഗം ഉണ്ടായിരുന്നില്ല. നല്ല മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു കുഗ്രാമത്തിലാണ്. വെള്ളമില്ല, 1 കിലോമീറ്റർ നടന്നു പോകണം വെള്ളം കൊണ്ടുവരാൻ. വെളിച്ചമില്ല. ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയത് ഞാൻ 15 വയസ്സിൽ SSLC പാസ്സായതിനു ശേഷമാണ്. നടന്നു മാത്രമേ പോകാൻ കഴിയുമായിരുന്നുള്ളൂ, വാഹനം വരില്ലായിരുന്നു. എൻ്റെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു, കഠിനാധ്വാനിയായിരുന്നു, കൂലിപ്പണിയായിരുന്നു അദ്ദേഹത്തിന്. നേരം വെളുക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുന്നേൽക്കും. ഞങ്ങളുടെ പറമ്പ് കുറച്ച് പാറക്കെട്ട് പിടിച്ച സ്ഥലമെല്ലാം ഉണ്ട്. അവിടെയെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിക്കും. ഒരു 7 മണിയാകുമ്പോൾ കൂലിപ്പണിക്ക് പോകും. 3 മണി വരെ കൂലിപ്പണി ചെയ്യും. തിരികെ വന്ന് വീണ്ടും കഠിനാധ്വാനം ചെയ്യും. മദ്യപിക്കില്ല, പുകവലിക്കില്ല, വേറെ യാതൊരു ദുശ്ശീലവുമില്ല. ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയത്. ഞങ്ങൾ 3 ആൺമക്കളായിരുന്നു. ഞാൻ ആകെ ജീവിതത്തിൽ, ഇപ്പോൾ എനിക്ക് 57-ൽ നിന്ന് 58-ലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആകെ 7-8 വയസ്സുള്ളപ്പോൾ ഒരടയ്ക്ക തൊട്ടടുത്ത അയൽവക്കത്തു നിന്ന് എടുത്തുകൊണ്ട് വന്നു. അതെന്നെ അടിച്ച് തിരിച്ച് ആ പറമ്പിൽ തന്നെ കൊണ്ടിടിപ്പിച്ചു. അത്ര നല്ല മനുഷ്യനായിരുന്നു. കുടുംബം നല്ലതുപോലെ നോക്കിയിരുന്നു. അമ്മയെ കൂലിപ്പണിക്ക് പോലും കൊണ്ടുപോയിരുന്നില്ല. എൻ്റെ പിതാവിനൊരാഗ്രഹം, വെള്ളവും വെളിച്ചവും വഴിയുള്ളിടത്തൊരു വീട് വയ്ക്കണം. കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, പൈസ മുഴുവൻ സമ്പാദിച്ചു. 7-8 വർഷത്തെ അധ്വാനം. ഒരു സ്ഥലം പോയി കണ്ടുവച്ചു. ആ സ്ഥലം വാങ്ങിക്കാനായിട്ട് മുഴുവൻ പൈസയും അഡ്വാൻസായിട്ട് കൊടുത്തു. ഇദ്ദേഹം സ്ഥലം എഴുതി തരേണ്ടതിന് പകരം ഈ പണം മുഴുവൻ മേടിച്ചിട്ട് മദ്യപിക്കാൻ പോയി. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ആ കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ച് എൻ്റെ പിതാവിന് പെട്ടെന്ന് മാനസിക അസ്വാസ്ഥ്യം, ഭ്രാന്ത് ബാധിച്ചു. അയാളെ കൊല്ലുമെന്നെല്ലാം പറഞ്ഞ് വലിയ ബഹളമെല്ലാം ഉണ്ടാക്കി. ഉടനെ കൂടെ പണിതുകൊണ്ടിരുന്ന കൂലിപ്പണിക്കാരും ആ വീട്ടിൻ്റെ ഉടമസ്ഥനും ചേർന്ന് പിടിച്ച് കൈയും കാലുമെല്ലാം കെട്ടി. അന്ന് ഞങ്ങളുടെ നാട്ടിൽ മൂവാറ്റുപുഴയിൽ ഭ്രാന്താശുപത്രിയില്ല, തൃശ്ശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ഏതാണ്ട് 1.5 മാസക്കാലത്തോളം അവിടെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, വിവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. ഇത് ഏത് വർഷമായിരിക്കും? ഇത് ബിഫോർ 1980. അവിടെ ചികിത്സയെല്ലാം ചെയ്തു, ഭ്രാന്ത് മാറുന്നില്ല. തിരികെ വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ പള്ളികളെല്ലാം കയറി ഇറങ്ങി നടന്നു. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത്. പള്ളിയിൽ പോയിരുന്നു, ആരാധനയിലൊക്കെ സംബന്ധിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ ദൈവമില്ലെന്നൊരു ചിന്ത വളർന്നു വന്നിരുന്നു. കാരണം 3 തലമുറകളായി ഭ്രാന്ത് ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം വരുന്നു. എന്നാൽ അമ്മ ഈ പള്ളികൾ തോറും അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടന്ന് നേർച്ചയും വഴിപാടും അങ്ങനെയെല്ലാമായിട്ട് കുറേ കാലം കഴിച്ചു. അവസാനം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു കുഞ്ഞപ്പൻ പണിക്കെന്ന് പറഞ്ഞൊരു കാർപ്പൻ്ററെ കൊണ്ടുവന്ന് മന്ത്രവാദം ചെയ്തു ഭ്രാന്ത് മാറിയില്ല. അതോടുകൂടി അമ്മയ്ക്ക് കടുത്ത നിരാശയായി. ആ കാലങ്ങളിൽ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും മാർഗമില്ല. എൻ്റെ പിതാവിന് ഒരു ദിവസം 12 സ്ലീപ്പിംഗ് പിൽസ് കഴിക്കണം. ആരും തിരിഞ്ഞു നോക്കാത്തൊരു വീടായിരുന്നു ഞങ്ങളുടെ വീട്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു ഞങ്ങൾ. എൻ്റെ അമ്മ ഉച്ചവരെ കൂലിപ്പണിക്ക് പോകും. ഉച്ചവരെ കൂലിപ്പണി കഴിഞ്ഞാൽ ബാക്കി സമയം ആ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളും എല്ലാം ഒരു മൺചട്ടിയിലാക്കി ഒരു വാഴയില വെച്ച് മൂടിക്കൊണ്ടുവരും. അത് കഴിക്കാൻ ഞാൻ ആർത്തിയോടെ ഇരുന്നിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് ആ കാലങ്ങളിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഓണത്തിനും ക്രിസ്മസിനും മാത്രമേ വയറു നിറയെ ആഹാരം കഴിച്ചിട്ടുള്ളൂ.
അമ്മയുടെ മനസ്സിലെ ചിന്ത 3 തലമുറകളായി ഭ്രാന്ത് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും വരുമെന്നായിരുന്നു. അതിനും പുറമെ എന്നോണം എൻ്റെ പിതാവ്, ഞങ്ങളുടെ ആ പ്രദേശം കാടൻ പ്രദേശമായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, വലിയ വടിയുണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലാനുള്ള. ഞങ്ങളൊന്ന് സംസാരിക്കുന്ന കേട്ടാൽ മതി, ആ വലിയ വടി വെച്ച് അമ്മയ്ക്കിട്ട് അടിക്കും. പാവം സാധുവായ എൻ്റെ അമ്മ ഒരക്ഷരം തിരികെ മിണ്ടില്ല. ഒരിക്കലും എനിക്ക് മറക്കാനാവാത്ത കാര്യമാണ്, വീടിൻ്റെ പുറകിലൊരു പുളിമരമുണ്ട്. ആ പുളിയുടെ വടി വെട്ടിക്കൊണ്ട് വന്നിട്ട് കൈ കെട്ടിപ്പിടിക്കടിയെന്ന് ഇങ്ങനെ ആക്രോശിച്ച് പറയുമ്പോൾ സാധുവായ എൻ്റെ അമ്മ ഇങ്ങനെ കൈ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. പുറകിൽ 3-4 അടിയെല്ലാം അടിക്കും, ആഞ്ഞടിക്കും. അമ്മ ഒരക്ഷരം മിണ്ടില്ല. 1/2 മണിക്കൂർ കഴിയുമ്പോൾ പിതാവൊന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ അമ്മ ഇങ്ങനെ ഈ ചോരയും തുണിയും കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഞങ്ങളെ കാണിച്ചു തരും. അമ്മ ചങ്കിനിട്ടിടിച്ച് കരയും. ഞാനും എൻ്റെ 2 സഹോദരങ്ങളും അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. ഞങ്ങളുടെ വീടൊരു കരച്ചിലിൻ്റെ വീടായിരുന്നു. അമ്മ കരുതി എന്തിനു ജീവിക്കണം, മരിച്ചേക്കാം. 3 പ്രാവശ്യം അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ കാലങ്ങളിൽ എൻ്റെ അമ്മ പറഞ്ഞിരുന്നത്, What was your age at that time? ഏതാണ്ട് 13-14 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നത്, മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവമാണ് ദൈവമെന്ന്. അങ്ങനെയൊക്കെ അത്ര ഒരു നിരാശപ്പെട്ട അന്തരീക്ഷം. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ, നാട്ടിൽ ഞങ്ങളെ വിളിച്ചിരുന്നത് ഭ്രാന്തൻ്റെ മക്കളെന്നാണ്, ഭ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കൾ. അപ്പോൾ എന്നും ഒരു അപകർഷതാബോധം. കൂട്ടുകാരങ്ങനെ വിളിക്കും, നാട്ടിലുള്ളവരെല്ലാം അങ്ങനെ പറയും. അപ്പോൾ താഴേക്ക് നോക്കിയാണ് ഞാൻ നടന്നിരുന്നത്. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഞങ്ങളുടെ കുരിശുപള്ളി. അവിടെ എൻ്റെ പിതാവ് ഒരു കീറിയ തോർത്തുകൊണ്ടെല്ലാം കൊടുത്ത് താടി രോമങ്ങളെല്ലാം നീട്ടി തുപ്പലൊക്കെ ഒലിപ്പിച്ച് അവിടെ വന്നിരിക്കും. അപ്പോൾ കുട്ടികൾ നേരിട്ട് തന്നെ പറയും, ദേടാ അപ്പം ഭ്രാന്തനിരിക്കണമെന്ന്. എന്ന് സങ്കടമായിരുന്നു. ഞാൻ പഠിക്കാൻ പരമാവധി ഉത്സാഹിച്ചു, കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നു. Were you interested in studies at that point of time? എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വളരണം, ഉയരണം, കുടുംബത്തിൻ്റെ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ളൊരു ചിന്ത. കഷ്ടപ്പെട്ടെല്ലാം കാണാതെ പഠിക്കും. പക്ഷേ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ എല്ലാം മറന്നുപോകും. എനിക്ക് SSLCക്ക് 600-ൽ 251 മാർക്കേ കിട്ടിയുള്ളൂ. 251 ഔട്ട് ഓഫ് 600. തുടർന്ന് കോളേജിൽ പഠിക്കാൻ മാർഗമില്ല. അത് കണക്കിന് എനിക്ക് കിട്ടിയ മാർക്ക് കേട്ടാൽ വാസ്തവത്തിൽ അത്ഭുതം തോന്നും. 50-ൽ 7 മാർക്കേ എനിക്ക് കണക്കിന് കിട്ടിയുള്ളൂ. അപ്പോൾ ആ കാലങ്ങളിൽ എന്നെ സാറ് വിളിച്ചിരുന്നത് പൊട്ടനെന്നാണ്, ബുദ്ധിയില്ലാത്തവൻ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു വരാൻ 6-7 കിലോമീറ്റർ ദൂരമുണ്ട്. എൻ്റെ കൂട്ടുകാരെല്ലാം 10 പൈസ കൊടുത്താൽ അന്ന് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാം. എനിക്ക് ആ 10 പൈസ തരാൻ ആരുമില്ല. ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോരുമ്പോൾ എൻ്റെ മാത്സിൻ്റെ സാറിനോട് എനിക്ക് ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല. കാരണം സാറ് പരമാവധി ഉത്സാഹിച്ചു എന്നെ പഠിപ്പിക്കാൻ. പക്ഷേ വീട്ടിലേക്ക് നടന്നു പോരുമ്പോൾ, ഞാൻ ഏകനായി നടന്നു പോരുമ്പോൾ ഞാൻ സങ്കടപ്പെട്ട് ഏങ്ങലടിച്ച് കരയും. എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത. അങ്ങനെ കടുത്ത നിരാശയിലായിരുന്നു ഞാൻ. ബ്രദേഴ്സിൻ്റെ അപ്രോച്ച് എന്തായിരുന്നു ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ? ബ്രദേഴ്സും അതുപോലെ തന്നെ നിരാശരായിരുന്നു. പക്ഷേ എന്നേക്കാൾ മിടുക്കരായിരുന്നു അവർ രണ്ടുപേരും പഠിക്കാൻ. അവർ രണ്ടുപേരും ഡിഗ്രി കഴിഞ്ഞവരാണ്. അവർക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ തക്ക മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനാകെ നിരാശനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അത്ഭുതം നടന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി അമ്മയോട് പറഞ്ഞു, ഒരു പ്രാർത്ഥനായോഗത്തിന് വരുമോ? അമ്മയ്ക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, ദൈവമില്ലെന്നുള്ള ചിന്തയാണല്ലോ. അമ്മ ആദ്യമായിട്ട് ഒരു പ്രാർത്ഥനായോഗത്തിന് പോയി. അമ്മയ്ക്ക് ഉടുത്തോണ്ട് പോകാൻ മുണ്ടില്ല. ഈ ഭാഗം കക്ഷമൊക്കെ ഇവിടെയൊക്കെ കീറിയൊരു ചട്ടയിട്ട് ഒരു വായ്പ മേടിച്ച മുണ്ട്, താഴത്തെ വീട്ടിലെ മറിയാമ്മ ചേച്ചിയുടെ ഒരു വായ്പ മേടിച്ച മുണ്ട് കൊടുത്തുകൊണ്ട് ഒരു പ്രാർത്ഥനായോഗത്തിന് പോയി. എൻ്റെ സാറേ, അങ്ങോട്ട് പോയത് കരഞ്ഞുകൊണ്ടാണ് പോയത്. തിരികെ വന്നപ്പോൾ അമ്മയുടെ മുഖത്തൊരു സന്തോഷം. ഞാൻ ചോദിച്ചു, അമ്മ എന്തു പറ്റി? അമ്മ പറയാണ്, അദ്ദേഹം ഈ പ്രസംഗമധ്യേ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളാരെങ്കിലും സമാധാനമില്ലാതെ വന്നിട്ടുണ്ടോ? സമാധാനം ലഭിക്കാൻ നിങ്ങൾ ദൈവത്തെ വിളിക്കൂ, ദൈവം നിങ്ങൾക്ക് സമാധാനം തരും. അമ്മ അവിടുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, എനിക്കൊരിറ്റ് സമാധാനം തരണമെന്ന്. അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം തിരികെ വന്നപ്പോൾ. അതെന്നെ അത്ഭുതപ്പെടുത്തി. അന്നും എൻ്റെ മനസ്സിൽ ദൈവമില്ലെന്നുള്ള ചിന്തയാണ്. തുടർന്ന് അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വീട്ടിലൊരു കീറപ്പായ തന്നെ ഉള്ളൂ എന്ന്, ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ മാർഗവുമില്ല. പക്ഷേ അമ്മ കണ്ണുനീരോടെ മുട്ടുകുത്തി ആ കീറപ്പായലിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം 12 ഉറക്കങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ പിതാവിൻ്റെ രോഗം എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട്, വേറെ ഭൂമിയിൽ ആരും പ്രാർത്ഥിച്ചിട്ടല്ല, വേറെ ഒരു പുരോഹിതനോ ഒരു ബിഷപ്പോ വേറെ ഒരു അമ്പലത്തിലെ പൂജാരിയോ ആരും പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രവാദം ചെയ്തിട്ട് പോലും ഭ്രാന്ത് മാറിയിരുന്നില്ല. എന്നാൽ അമ്മയുടെ കണ്ണുനീര് കണ്ട് എന്നേക്കുമായി കഴിഞ്ഞ 45 വർഷം മുമ്പ് എൻ്റെ പിതാവിൻ്റെ രോഗം മാറി.
എൻ്റെ പിതാവ് 12 ഉറക്കുള്ള കഴിച്ചുകൊണ്ടിരുന്നയാൾ ഇന്ന് പിന്നെ അതിനുശേഷം ഇപ്പോൾ 85 വയസ്സുണ്ട്, ഒരു സ്ലീപ്പിംഗ് പിൽസ് പോലും കഴിച്ചിട്ടില്ല. അതെനിക്കൊരു അത്ഭുതം തോന്നി. എടാ, അപ്പോൾ ദൈവം ഉണ്ടോ? എൻ്റെ ഒരു ചിന്ത. So now you have finished your SLC. അതെ. You had a very difficult childhood. അതെ. Around that time, what did you want to do in life? Your goal, I understand, is to make things better for your family. അതെ. But professionally, is there something you wanted to become at that point of time? എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് ഉയരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പഠിക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, റബ്ബർ വെട്ട് പഠിച്ചോളാൻ, റബ്ബർ ടാപ്പിംഗ്. അങ്ങനെ ഞാൻ റബ്ബർ ടാപ്പിംഗ് പഠിക്കാനായിട്ട് പോയി. എങ്ങനെയെങ്കിലും കുടുംബം പോറ്റണമല്ലോ. അങ്ങനെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം കോളേജിൽ പോകുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ദുഃഖം. ഞാൻ ഈ റബ്ബർ മരത്തിൽ ചാരി നിന്ന് ഇങ്ങനെ കരയും. പഠിക്കാനുള്ള വലിയ ആഗ്രഹം, പഠിക്കാൻ കഴിഞ്ഞില്ല. ഞാനിങ്ങനെ പറയും, എൻ്റെ ദൈവമേ, എനിക്കൊരു ജോലി തരുമോ? അങ്ങനെയാണ് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. How did you get that job? അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ റെജി മാത്യു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോൺ വരുന്നുണ്ടോ, ഇങ്ങനെ അവിടെ ഒരു ഒഴിവുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. So what is the first day of work? തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, 1 മണിക്കൂറിൽ 1 പ്രാവശ്യം വെച്ച് വാഷ് ചെയ്യണം. ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർ ഊണ് കഴിച്ച പാത്രം കഴുകി വയ്ക്കുക. പക്ഷേ പറഞ്ഞിട്ടില്ല, ഡോക്ടർ ഒരിക്കലും എന്നോട് കഴുകി വയ്ക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊക്കെ കഴുകി വയ്ക്കും. ചായ മേടിച്ച് കൊടുക്കുക. പിന്നെ പേഷ്യൻസ്, ഡെൻ്റൽ ക്ലിനിക്കല്ലേ, അവർ ഈ തുപ്പിയിട്ടിരിക്കുന്ന ഈ കോട്ടൺ പുരണ്ട്, ബ്ലഡൊക്കെ കോട്ടൺ പുരണ്ടതും പല്ലിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട്, അതെല്ലാം മുനിസിപ്പൽ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുക. ഇത്രയും മാത്രമേ എനിക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ജോലി സമയം 8 മുതൽ 5 വരെയാണ്. പക്ഷേ എനിക്ക് ഈ ജോലി കിട്ടിയപ്പോൾ സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു. ഞാൻ കാലത്തെ 6:30 മണിക്ക് ജോലിക്ക് ചെല്ലും. ഒരു 8:30 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ജോലിയെല്ലാം തീരും. ഇത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്? അല്ല, മൂവാറ്റുപുഴയിലേക്ക് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ. അത് ബസ്സിൽ പോവും. നിങ്ങളുടെ ഗ്രാമം എവിടെയാണ്? കൃത്യം പറഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്കും കൂത്താർലത്തിനും ഇടയ്ക്ക് വടക്കൻ പാലക്കുഴ, നോർത്ത് പാലക്കുഴ എന്ന് പറയും. ദാറ്റ് ഈസ് വെയർ യുവർ റെസിഡൻസ് ഈസ്? അതെ, അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആൻഡ് ഫ്രം ദെയർ യു ട്രാവൽ 10 കിലോമീറ്റേഴ്സ് എവറി ഡേ ഫോർ യുവർ ജോബ്? ഓക്കെ. അതെ. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കണം എനിക്ക് എൻ്റെ കാലത്തത്തെ ജോലി കഴിഞ്ഞ പിന്നെ എനിക്ക് ജോലിയില്ല, ഞാൻ വെറുതെ നിൽക്കുക. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അന്ന് എൻ്റെ യജമാനൻ, പഴയ ബോസ് ഡോക്ടർ റെജി മാത്യു എന്നെ വെപ്പുപല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. വെപ്പുപല്ലെന്ന് പറഞ്ഞാൽ ആ കാലങ്ങളിൽ 80s പല്ല് കേടായാൽ അത്യാവശ്യം പൈസയും മാർക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ പല്ല് അടയ്ക്കാൻ നോക്കും. ഈ വെള്ളി വെച്ച് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീൽ കളറിൽ അമാൽഗവും മെർക്കുറിയും മിക്സ് ചെയ്ത് അടയ്ക്കുന്നു. അന്ന് പല്ലിൻ്റെ കളറിലുള്ള മെറ്റീരിയലൊന്നും ഇറങ്ങി വരുന്നേ ഉള്ളൂ. അല്ല, അത്ര പൈസയ്ക്ക് മാർഗ്ഗമില്ലാത്തവരാണെങ്കിൽ കേടായ പല്ല് പറിച്ചു കളയുന്നു, എടുത്തു കഴുകുന്ന പല്ല് വയ്ക്കുന്നു, അക്രലിക് പ്ലാസ്റ്റിക് കൊണ്ടുള്ള പല്ല്. ആ ജോലി എന്നെ പെട്ടെന്ന് ഡോക്ടർ പഠിപ്പിച്ചു. ഈ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാനുള്ള ഫുൾ ഡെഞ്ചർ സെറ്റിംഗ്. പേഴ്സൺ with a faulty tooth, right? Now what exactly is dental setting? So there is a external tooth that is being placed over there. ഇന്ന മോൾഡ് എന്ന് പറഞ്ഞ് ഓരോരോ അളവിലുള്ളവർക്ക് ഓരോരോ പല്ലുകളുടെ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, വിവിധ കളറുകളിൽ. അത് നമ്മളെടുത്ത് വാക്സ് റിമ്മിൽ സെറ്റ് ചെയ്യും. പേഷ്യൻ്റെ മൗത്തിൽ തന്നെ ട്രയൽ നോക്കാൻ പാകത്തിന് വാക്സ് റിമ്മിൽ സെറ്റ് ചെയ്യും. അതൊരു നീണ്ട പ്രോസസ്സാണ്. ഒരു ട്രയൽ ആൻഡ് എറർ. അങ്ങനെ സെറ്റ് ചെയ്ത് പല്ലെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ശരിയാക്കി സെറ്റിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് സെറ്റ് ചെയ്യും. ഓരോ പല്ലും ഇന്ന ആംഗുലേഷനിലിരിക്കണം, ഇന്നതുപോലെ ഇരിക്കണം എന്നെല്ലാം ഉണ്ട്. അതിനനുസരിച്ച് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അത് ട്രയൽ നോക്കും. എന്നിട്ട് അത് അക്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അക്രലൈസ് ചെയ്യും, കാസ്റ്റിംഗ് എന്ന് പറയും. അത് വാർത്തെടുക്കുക എന്ന് മലയാളത്തിൽ പറയും. പല്ല് വാർത്തെടുക്കും. 5 വർഷത്താണ് അതിൻ്റെ കാലാവധിയുള്ളൂ, 5 to 7 years. അത് കഴിയുമ്പോൾ വീണ്ടും മാറ്റി വയ്ക്കണം. അപ്പോൾ അതെന്നെ വേഗം പഠിപ്പിച്ചു. ഞാൻ പെട്ടെന്നത് പഠിച്ചെടുത്തു. എനിക്ക് വലിയ ഉത്സാഹമായിരുന്നു അന്ന്. ആ കാലത്ത് ഈ ഫിക്സ് ചെയ്ത് പല്ല് വയ്ക്കുന്ന സംവിധാനം ഉണ്ട്, പക്ഷേ വളരെ റെയറായിരുന്നു. ഇന്ത്യയിൽ 2 ഡെൻ്റൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് മാനുഫാക്ചറിങ് യൂണിറ്റ്, ഒന്ന് നോർത്ത് ഇന്ത്യയിലും ഒന്ന് സൗത്ത് ഇന്ത്യയിലും. ഞങ്ങളുടെ ഡോക്ടേഴ്സ് അവിടെ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ ജോജി കേനേനും ഡോക്ടർ റെജി മാത്യു. ഈ വർക്കുകൾ ധാരാളം ചെയ്തു വന്നിരുന്നു അന്ന്. ക്രൗൺ ആൻഡ് ബ്രിഡ്ജിൻ്റെ വർക്ക്. പൊട്ടിപ്പോകുന്ന പല്ലിന് ക്യാപ്പിടും. ക്യാപ്പ് ഒരു ക്രൗൺ, അതാണ് നിക്കൽ ക്രോം മെറ്റൽ വെച്ച് കംപ്ലീറ്റ്
ക്യാപ്പായിട്ട് ഉണ്ടാക്കിയിടും. എക്സ്ട്രാ തൊട്ടിപ്പുറത്തെ പല്ല് എങ്ങനെ ഇരിക്കണം അതിൻ്റെ അതേ ഷേപ്പിലും അതേ മോൾഡിലും അതേ സ്ട്രക്ചറിലും ഉണ്ടാക്കി വയ്ക്കും. ബട്ട് കളർ വിൽ ബി ഡിഫറെൻറ്റ്. കളർ മെറ്റലായിരിക്കും. ഫ്രണ്ടിലത്തെ പല്ലിന് മുമ്പിലത്തെ പല്ല് ആൻറ്റീരിയേഴ്സ് അതിൻ്റെ ഫേഷ്യൽ സർഫസ് മുമ്പിൽ കാണുന്ന ഭാഗം അവിടെ മാത്രം അകത്ത് ഫ്രെയിം കൊടുത്ത് അകത്ത് മെറ്റൽ ഫ്രെയിം തന്നെ കൊടുക്കും, പുറമേ അക്രലിക് കൊണ്ട് കവർ ചെയ്യും. 4-5 കളറേ ഉള്ളൂ, ഒന്ന് പ്ലാസ്റ്റിക് കൊണ്ട്. അത് എന്നിട്ട് അക്രലൈസ് ചെയ്തെടുക്കും. അതൊരു 5-6 വർഷം നിൽക്കുകയുള്ളൂ ഈ പ്ലാസ്റ്റിക്. അത് കഴിഞ്ഞ് വീണ്ടും ആ പ്ലാസ്റ്റിക് വീണ്ടും ചെയ്യണം. ഈ ഫ്രെയിമിൻ്റെ പുറത്ത് വീണ്ടും ചെയ്യണം. ഔട്ടർ പ്ലാസ്റ്റിക് ഹാസ് ടു കീപ് ഗെറ്റിംഗ് ചേഞ്ച്ഡ്. അതെ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ അതിന് അന്ന് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഞാൻ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ചെയർ സൈഡിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ചെയ്തുകൊണ്ട് വരുന്ന വർക്കിൽ ആ ജോലിയിൽ ഒരു 50% പോലും പേഷ്യൻ്റെ മൗത്തിൽ പ്രോപ്പറായിട്ട് ഫിറ്റാവില്ല. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും കാണും. അപ്പോൾ മണിക്കൂറുകൾ ഡോക്ടർ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യും മെറ്റൽ. മിക്കവാറും പേഷ്യൻ്റെ വായടയില്ല. ഇങ്ങനെ വായ് തുറന്ന് പേഷ്യൻ്റ് കുറേ നേരം ഇങ്ങനെ ചെയർ സൈഡിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യും. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഇത് ഗ്രൈൻഡ് ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ കഷ്ടപ്പാട്, കൈ പൊള്ളും. ചിലപ്പോൾ മെറ്റലല്ലേ, മണിക്കൂറുകളിങ്ങനെ സ്പെൻഡ് ചെയ്യണം കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത, ചിലതെല്ലാം ഫിറ്റാകുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ബാക്കി ഫിറ്റാകുന്നില്ല? മനസ്സിലൊരാഗ്രഹം, ഒരു സ്വപ്നം, എന്നെങ്കിലും ഒരു കാലത്ത് ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണം. ഞാനന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് പണം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ചിന്ത പോലും പോയിട്ടില്ല. ഈ പേഷ്യൻസിൻ്റെ ദുരിതം ഒന്ന് മാറ്റണം. ഡോക്ടേഴ്സ് കഷ്ടപ്പെടുന്നു, സമയം സ്പെൻഡ് ചെയ്യുന്നു. ചിലപ്പോൾ എൻ്റെ യജമാനൻ, എൻ്റെ ഡോക്ടർ പലപ്പോഴും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക പോലുമില്ല. സങ്കടം. ഇത് ശരിയാവാതെ വരുമ്പോൾ ഡോക്ടർക്ക് സങ്കടമാണ്. പിന്നെ വീണ്ടും റീഡൂ ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു അതിയായ ആഗ്രഹം, എങ്ങനെയെങ്കിലും ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണം. വാട്ട് ഈസ് യുവർ ഏജ് അറ്റ് ദിസ് പോയിന്റ്? അന്ന് എനിക്ക് 16 വയസ്സിലേക്ക് കടക്കുന്നുള്ളൂ. Just finished 10th standard, learned rubber tapping, quit rubber tapping, became an attender, then became a technician. പിന്നീട്. So at this point of time you are thinking there are only two people who are making, there are two companies that are making these crown and bridges. Fixed crown and bridges, fixed prosthodontics. And you want to start a dental lab to be number 3. Yeah, correct. Okay. Their comfort is your biggest concern, and the doctor's effort is also your concern. This time you are not thinking about the economics and the financial aspect. Okay. So then what happens after that? റബ്ബർ ടാപ്പറായിട്ട് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയത്ത് ഒരു 2-3 മാസമേ അവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ജോലി കിട്ടി. റബ്ബർ ടാപ്പറിങ് പഠിച്ച് ചെയ്യാൻ അങ്ങ് ആരംഭിക്കുന്നുള്ളൂ. അന്ന് പൈസയൊന്നും കിട്ടിയിട്ടില്ല. അന്ന് ഭക്ഷണം വയറ് നിറയെ കിട്ടും. ഈ റബ്ബർ പാലെല്ലാം ചുവന്നുകൊണ്ട് ഒരു ഏതാണ്ട് 1.5 കിലോമീറ്റർ പോകണം. ഒരു വലിയ കലത്തിലാക്കി ചുവന്നുകൊണ്ട് പോകണം. അപ്പോൾ അവിടെ ചെന്നാൽ വയറ് നിറയെ ഭക്ഷണം കിട്ടും. വേറെ പൈസയൊന്നും കിട്ടിയിട്ടില്ല. ആദ്യത്തെ ശമ്പളം 250 രൂപയാണ് ഡെൻ്റൽ ക്ലിനിക്കിൽ ഒരു മാസത്തെ ശമ്പളം. അന്ന് ഒരു കൊല്ലം ജോലി ചെയ്താൽ 3000 രൂപ കിട്ടുള്ളൂ. ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണമെങ്കിൽ 20 lakhs വേണം, 20 ലക്ഷം. പക്ഷേ എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹം, ഒരു സ്വപ്നം, എങ്ങനെയും ഡെൻ്റൽ ലാബ് തുടങ്ങണം. ഞാൻ ആലോചിച്ചപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല. പക്ഷേ എന്നെ ഡെഞ്ചർ സെറ്റ് ചെയ്യാൻ എൻ്റെ ഡോക്ടർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. 8 മുതൽ 5 വരെയാണ് ക്ലിനിക്കൽ ടൈം എൻ്റെ മാതൃസ്ഥാപനത്തിൽ. രാത്രി മുഴുവൻ വിവിധ സ്ഥാപനങ്ങളിൽ അടുത്ത കുറച്ച് 10-30 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥാപനങ്ങളടക്കം വിവിധ ഡെൻ്റൽ ക്ലിനിക്കുകളിൽ ഡെഞ്ചർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകും. 1 മണിക്കൂറും 2 മണിക്കൂറും സൺഡേകളിൽ മാത്രം 3 മണിക്കൂർ ഉറങ്ങിയതായ ദിവസം 6 വർഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ. രാത്രി മുഴുവൻ ജോലി ചെയ്യും ഞാൻ. ഒറ്റ ദിവസം തന്നെ 5 ഡെഞ്ചറൊക്കെ സെറ്റ് ചെയ്യും. ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് പണി തീർത്തു കൊടുത്താൽ 50 മുതൽ 70 രൂപ വരെ കിട്ടും ഒരെണ്ണത്തിന്. അപ്പോൾ ഒരു ദിവസം 300 രൂപ കിട്ടിയ ദിവസമുണ്ട്, 350 രൂപ കിട്ടിയ ദിവസമുണ്ട്. എല്ലാ ദിവസവും ജോലി ചെയ്യും. ഏകദേശം 6 വർഷം കൊണ്ട് 5 ലക്ഷം രൂപയോളം സമ്പാദിച്ചു. ഒറ്റ പൈസയും ചിലവഴിച്ചിട്ടില്ല. ഒരു ചായ പോലും പുറത്തുനിന്ന് കുടിച്ചിട്ടില്ല. എല്ലാം കൂട്ടി വയ്ക്കും. ആകെ എൻ്റെ അമ്മയ്ക്ക് ഒരു ടോയിനിൽ താലി കെട്ടിയിരുന്നു. 1 പവൻ്റെ മാല, ഒരു 8 ഗ്രാമിൻ്റെ സ്വർണം, 1 പവൻ എന്ന് പറയും, 1 പവൻ സ്വർണ്ണമാല, ഒരു മാല മേടിച്ചു കൊടുത്തു. 3 മാസത്തെ ശമ്പളം കൊണ്ട് 750 റുപ്പീസ്. എൻ്റെ അമ്മയ്ക്ക് ഒരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു. എൻ്റെ പിതാവിന് ഒരു HMT വാച്ചും ഒരു ഡബിൾ മുണ്ടും ഷർട്ടും. വേറെ ഒറ്റ പൈസയും ചിലവഴിച്ചിട്ടില്ല. എല്ലാം കൂട്ടി വെച്ചു. അങ്ങനെ
6 വർഷം കൊണ്ട്, ഏകദേശം 6 വർഷം കൊണ്ട് 5 ലക്ഷം രൂപയോളം സമ്പാദിച്ചു. 15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അത് ലോൺ എടുത്ത കാര്യം തന്നെ അയൽവക്കത്തുള്ള ഒരാളുടെ പ്രോപ്പർട്ടിയാണ് എടുത്തത്. അവരോട് ചോദിച്ചു കൊളാട്രൽ സെക്യൂരിറ്റി വെക്കാൻ തരുമോ എന്ന്. അവരെന്തിനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? അത് അവർ എൻ്റെ അമ്മയ്ക്ക് ആ പ്രാർത്ഥനയോഗത്തിന് മുണ്ട് കൊടുത്ത ആ വീട്ടിലെ ചേട്ടനോട് ചോദിച്ചു. ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നതുകൊണ്ട് പറ്റിക്കില്ല എന്നുള്ള, ചതിക്കില്ല എന്നുള്ള ചിന്ത. അങ്ങനെ അവർ തന്നു. ദെൻ 1988 ഞാനും എൻ്റെ 2 സഹോദരങ്ങളുമുണ്ട് 6 ജോലിക്കാരെ വെച്ച് ഒരു ചെറിയ മുറി, 290 സ്ക്വയർ ഫീറ്റ് പ്ലേസ് റൂം, മൂവാറ്റുപുഴയിൽ ഡെൻ കെയർ തുടങ്ങി. ഈ ഡെൻ കെയർ പേര് എങ്ങനെ വെച്ചു? വളരെ ബേസിക് പേരാണല്ലോ. അത് ഡെൻ കെയർ പേര് ഡെൻ കെയർ ഡെൻ്റൽ ക്ലിനിക് എന്നുള്ള പേരിലാണ് ആ ക്ലിനിക്കിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്ലിനിക്കിന്റെ പേരായിരുന്നു ഡെൻ കെയർ. ഓക്കെ. അതിൻ്റെ റെജി മാത്യു, ഡോക്ടർ റെജി മാത്യു ഈ പേരിടാമെന്ന് എന്നോട് നിർദ്ദേശിച്ചു. ഓക്കെ. അദ്ദേഹമാണ് ആ പേരിടാന്ന് പറഞ്ഞത്. അതിന്റെ സെറ്റപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ എന്താണ് മിഷനറി ഉള്ളത്? അത് മിഷനറി എവിടെ നിന്ന് വന്നു, എങ്ങനെ? അതിൻ്റെ മിഷനറി ആദ്യമായിട്ട് ഈ ഒരു മെയിൻ മിഷനറി ഒരു കാസ്റ്റിംഗ് മെഷീൻ എന്ന് പറയും. അത് ജർമ്മനിയിൽ നിന്നാണ് വരേണ്ടത്. 7,90,000 രൂപയാണ് ആ കാസ്റ്റിംഗ് മെഷീൻ്റെ വില. ആക്ച്വലി വിലയല്ല, 200% ആയിരുന്നു അന്നത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടി. ജർമ്മനിയിൽ നിന്ന് ആദ്യമായി മെഷീൻ ഞാൻ ഇമ്പോർട്ട് ചെയ്തു, ഞങ്ങൾ വാങ്ങിച്ചു. ബോംബെ ഉള്ളൊരു ഡീലർ വഴിയാണ് വാങ്ങിച്ചത്. അങ്ങനെ ആ മെഷീൻ വന്നു. ബാക്കി ആവശ്യം വേണ്ട മെഷീനറികളെല്ലാം ഒട്ടുമിക്ക മെഷീനറികളും ഈ ഡീലർ മുഖേന എല്ലാം വാങ്ങിച്ചു, എല്ലാം സെറ്റ് ചെയ്തു. എനിക്കൊരു കാര്യം നിർബന്ധം ഉണ്ടായിരുന്നു, ഏത് കാര്യം ചെയ്താലും ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണം, ഇത് വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ എല്ലാ എക്യുപ്മെൻസും വേണം. അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് ഇതെല്ലാം വെച്ച് സെറ്റ് ചെയ്തു. അങ്ങനെ സ്ഥാപനം 88 തുടങ്ങി. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ബിസിനസ് ലൈക്ക്? 1988 തുടങ്ങിയത്. ആ വർഷം മൂവാറ്റുപുഴയും അതിനോടടുത്ത പ്രദേശങ്ങളിൽ എറണാകുളം ജില്ലയിലുള്ള വർക്കുകളെല്ലാം എടുത്തു. അതെല്ലാം പിന്നീട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി ആ കാലങ്ങളിൽ ചെയ്തിരുന്നില്ല. ഡോക്ടേഴ്സ് ഞങ്ങളുടെ ക്വാളിറ്റി കണ്ടിട്ട് അവർ തന്നെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി, എല്ലാവരും ഓരോരുത്തർ പറഞ്ഞ് അനേകരറിഞ്ഞു. പുതിയ ഓർഡറുകൾ, ചെയ്താൽ തീരാത്ത മാതിരി ഓർഡറുകൾ വന്നു. പിന്നെ പുതിയ ആളുകളെയൊക്കെ എടുത്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഈ പബ്ലിസിറ്റി വന്നിട്ട് ഓർഡേഴ്സിൻ്റെ ഒരു കൂട്ടം വന്നല്ലോ, അത് എത്ര മാസത്തിന് ശേഷം ആ പോയിന്റിലേക്ക് എത്തി? തുടങ്ങി ഒരു 1-1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ചെയ്താൽ തീരാത്ത മാതിരി വർക്കായി. കാരണം അത്രമാത്രം ഡെൻ്റൽ ലാബിന് ഡിമാൻഡുള്ള കാലമായിരുന്നു അന്ന്. കാരണം ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പകുതി പേഷ്യൻ്റ് മൗത്തിൽ ഇറങ്ങില്ല. നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ജസ്റ്റ് പേഷ്യൻ്റ് വായ തുറന്നു എടുത്തങ്ങ് വെച്ചാൽ മതി. അത്ര പെർഫെക്റ്റ് ആയിരുന്നു. അത് ഞങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യണം. ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു. ആ പെർഫെക്ഷൻ എന്ന് പറയുന്നത്, ദ പെർഫെക്ഷൻ ദാറ്റ് യു ആർ ടോക്കിംഗ് അബൌട്ട് is a factor of individual attention being given, is a factor of following measurements. What is it? What differentiates a perfect from a not so perfect? മീൻസ് ഞങ്ങൾക്ക് തരുന്നത് ഒരു മോഡലാണ്. ഡോക്ടേഴ്സ് ആ കാലങ്ങളിൽ അപ്പറും ലോവറും ജോയ് ഉണ്ടല്ലോ, അപ്പറും ലോവറും ഇംപ്രഷൻ ട്രേ ഉണ്ട്. ആ ട്രേയിൽ വെച്ച് അവർ തന്നെ ഇംപ്രഷൻ എടുക്കും. എന്നിട്ട് ആ കാലങ്ങളിൽ അന്ന് റബ്ബർ ബേസ് ഇംപ്രഷൻ, അത് എലാസ്റ്റോമറിക് ഇംപ്രഷൻ ഇറങ്ങിയിട്ടില്ല. അന്ന് ആൾജിനേറ്റ് ഇംപ്രഷനാണുള്ളത്. ആൾജിനേറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ അത് വെച്ച് ഇംപ്രഷൻ എടുക്കും. അതിനകത്ത് ഡൈസ്റ്റോൺ അത് മിക്സ് ചെയ്ത് ഒഴിക്കും. അതൊരു ജിപ്സം പ്രോഡക്റ്റാണ് ഡൈസ്റ്റോൺ. അത് മിക്സ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കാസ്റ്റ് അഥവാ ഒരു മോഡലായിട്ട് വരും. ആ മോഡലാണ് ഞങ്ങൾക്ക് ഡെൻ്റൽ ലാബിലേക്ക് ക്ലിനിക്കിൽ നിന്ന് തന്നു വിടുന്നത്. അത് അതിനകത്ത് അതിൻ്റെ മാർജിൻ അതെല്ലാം 8 മൈക്രോൺസ് ആക്യുറസി ചെയ്യണം. എല്ലാം കൃത്യതയോടെ ചെയ്യണം. ഓരോ സ്റ്റെപ്പും വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തി ആ കാലങ്ങളിൽ ഞാൻ നോക്കാതെ ഓരോ സ്റ്റെപ്പും ആ ക്വാളിറ്റി ചെക്ക് ചെയ്യാതെ ഒന്നും വിടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാമെങ്കിൽ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ഫിറ്റാകും. അങ്ങനെ വന്നപ്പോൾ ധാരാളം ഓർഡറുകൾ വന്നു, ചെയ്താൽ തീരാത്ത മാതിരി വർക്കുകൾ വന്നു. പുതിയ ആളുകളെടുത്ത് ട്രെയിനിങ്ങുകൾ തുടങ്ങി. അപ്പോഴും 2 പ്രോഡക്റ്റേ ഉള്ളൂ, പ്രോഡക്റ്റുകൾ കൂട്ടിയിട്ടില്ല. വാട്ട് ആർ ദ 2 പ്രോഡക്ട്സ്? ഫുൾ മെറ്റൽ ക്രൗൺ, 2 മെറ്റൽ നിക്കൽ ക്രോം വിത്ത് അക്രലിക് ഫേസിംഗ് ഫോർ ദ ഫ്രണ്ട് ടീത്ത്. ഓക്കെ. ഈ 2 പ്രോഡക്റ്റേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. വെൻ ഡസ് ദാറ്റ് എക്സ്പാൻഷൻ സ്റ്റാർട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്താൽ തീരാത്ത മാതിരി വർക്കുകൾ ഞങ്ങൾക്ക് വന്നപ്പോൾ
പുതിയ പുതിയ അടുത്തുണ്ടായിരുന്ന റൂമുകളെല്ലാം ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു. ഏതാണ്ട് ആ ബിൽഡിങ്ങിൽ ഒരു 25,500 റുപ്പീസ് റെൻ്റേ ഉണ്ടായിരുന്നുള്ളൂ. 500 രൂപ റെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ 290 സ്ക്വയർ ഫീറ്റ് റൂമിന്. പിന്നീട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ അതിനകത്ത് ഏതാണ്ടൊരു 25,000 പെർ മന്ത് വാടക കൊടുക്കത്തക്ക രീതിയിൽ, അവിടുന്ന് റെൻറ്റ് കൊടുക്കത്തക്ക രീതിയിൽ അവിടുന്ന് എല്ലാം ഓരോന്നോരോന്ന് എല്ലാം പുതിയ മുറികളെടുത്തു. അങ്ങനെ അവിടെ തന്നെ എക്സ്പാൻഡ് ചെയ്തു. 91-92 കാലഘട്ടം ആയപ്പോഴേക്കും ഞാൻ പുറത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി, വിദേശ രാജ്യങ്ങളിൽ. എന്തൊക്കെയാണ് നടക്കുന്നത്? So where is describe your first foreign visit? സ്വിറ്റ്സർലൻഡ്. അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ സെറാമിക് ടെക്നോളജി വിദേശ രാജ്യങ്ങളിൽ വന്നു. സെറാമിക് ഈ മെറ്റൽ നിക്കൽ ക്രോം മെറ്റൽ തന്നെ, അതിൻ്റെ പുറത്ത് ഒരു കാലത്ത് കോട്ടിംഗ് കൊടുത്തിരുന്നത് അക്രലിക് ആണെങ്കിൽ, പ്ലാസ്റ്റിക് ആണെങ്കിൽ, പിന്നീട് പോർസലിൻ അഥവാ സെറാമിക് കോട്ടിംഗ് കൊടുക്കാനുള്ള ടെക്നോളജി വിദേശത്ത് വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ വിദേശത്ത് ആദ്യമായി സ്വിറ്റ്സർലൻഡിൽ ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, സ്വിറ്റ്സർലൻഡിനടുത്ത് തന്നെയുള്ള ഒരു ചെറിയ രാജ്യമാണ് അത്. അവിടെ ഞാൻ സെറാമിക് ടെക്നോളജി പഠിക്കാൻ പോയി. അവിടെ ഏതാനും നാളത്തെ ഒരു ട്രെയിനിങ് തന്നു. പിന്നീട് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒന്നുകൂടി ഒരു വ്യക്തമായ കാഴ്ചപ്പാട്. ഈ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു കുറ്റം പറയുമ്പോൾ അവർക്ക് വിഷമം തോന്നുന്നു പലർക്കും, കേൾവിക്കാർക്ക്. എങ്കിലും ഞാൻ പറയട്ടെ, നമ്മുടെ ആളുകൾ എല്ലാവരും അല്ല, പക്ഷേ ഒരു 70% ആ പെർഫെക്ഷൻ കിട്ടിയാൽ നമ്മുടെ ആളുകൾ തൃപ്തരാണ്. എന്നാൽ വിദേശ രാജ്യത്ത് സ്വിറ്റ്സർലൻഡ് അതുപോലെ ഡെവലപ്പ് ചെയ്ത കൺട്രീസിൽ, ജപ്പാനിലും സ്വിറ്റ്സർലൻഡിലും സ്വീഡനിലും ജർമ്മനിയിലും ഇറ്റലിയിലും അങ്ങനെയുള്ള കൺട്രീസിലെല്ലാം 100-ൽ 100 വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നെ പഠിപ്പിച്ച ട്രെയിനർ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് സേബർ ഹിൽബെ. അദ്ദേഹം ചെയ്യുന്നത് കണ്ടപ്പോൾ എത്ര ആക്യുറേറ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു ഓരോന്നിനും. അതെൻ്റെ മനസ്സ് തുറപ്പിക്കുകയായിരുന്നു, ഒന്നോടെ ഒരു ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുകയായിരുന്നു. ഞാൻ തിരികെ വന്നു. അവരെല്ലാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? തുടർന്ന് ഇങ്ങനെ എല്ലാം ഓരോന്നോരോന്ന് പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണമെന്ന് ചിന്ത വന്നു. പിന്നെ ഇങ്ങനെ ഡെൻ്റൽ കോൺഫറൻസ് 1990s then the import duties must have come down. എനിക്ക് തോന്നണേ ഒരു 40%-ലേക്ക് 35-40%-ലേക്ക് കുറഞ്ഞു. From 200%. ഫ്രം 200%-ൽ നിന്ന്. ഞാൻ എൻ്റെ ഓർമ്മ അങ്ങനെയാണെങ്കിൽ 50-40 അങ്ങനെ കുറഞ്ഞു. അപ്പോൾ പുതിയ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സൊക്കെ, സെറാമിക് ടെക്നോളജി തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങി. അങ്ങനെ ഓരോരോ പ്രോഡക്ട്സും പുതുതായിട്ട് ആഡ് ചെയ്തു. അങ്ങനെ ധാരാളം വിദേശയാത്ര തുടങ്ങി. ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എത്ര വില കൂടിയ മെഷീൻ വന്നാലും അത് ഇന്ത്യയിൽ കൊണ്ടുവരണം, നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം, നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരണം എന്ന് എനിക്ക് വലിയ അതിയായ ആഗ്രഹം. അങ്ങനെ പറഞ്ഞാൽ 5 കോടി രൂപ ഒറ്റ മെഷീന് വിലയുള്ള ലേസർ സിൻഡറിങ് ടെക്നോളജി പോലും നമ്മളാണ് എല്ലാം ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ 5 മെഷീൻസ് ഉണ്ട് ഇപ്പോഴും. ഏത് വർഷമായിരിക്കും അത് 16-17 വർഷമായി ഇത് കൊണ്ടുവന്നിട്ട്. When do you start supplying to customers outside Kerala, then expanding outside India? Explain that transition. 2000 കൂടിയാണ് കേരളത്തിന് പുറത്തേക്ക്. So almost 13 years after you started, you're shipping your first teeth outside Kerala. കാരണം അത്രമാത്രം ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഓർഡർ ഉണ്ടായിരുന്നു. Talk about the first foreign supply, first foreign client. ഫസ്റ്റ് ഫോറിൻ ക്ലയൻറ്റ് 2013 തുടങ്ങി. When other foreign countries are having such great technology, how was your product able to enter that market? 100% ഉറപ്പായിട്ടും ലോകത്തിലുള്ള ഏത് ഡെൻ്റൽ പ്രോസസ്സിനെയും വെല്ലുന്ന, അത് അവരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഡെൻകെയർ ഇപ്പോൾ വളരെ വേഗം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ചെന്നാലും എവിടെ ചെന്നാലും ലോകത്തെവിടെ ചെന്നാലും ഡെൻകെയറിൻ്റെ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട്. അതൊരു വലിയൊരു സത്യമായ യാഥാർത്ഥ്യമാണ്. ഈവൻ ലോകത്തിൽ തന്നെ ഡെൻകെയർ ക്വാളിറ്റിയിൽ 1ാം സ്ഥാനത്താണെന്നുള്ളതാണ് വാസ്തവമായ യാഥാർത്ഥ്യം. ഫസ്റ്റ് കൺട്രിയിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അത് ഏത് കൺട്രി ആയിരുന്നു എന്ന് ഓർമ്മ ഉണ്ടോ? ആദ്യം UAE സ്റ്റാർട്ട് ചെയ്തത്. UAE. അതെ. ആ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എങ്ങനെ അത് ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു? UAE ഡെൻ്റൽ കോൺഫറൻസുകളുണ്ട്. എയ്ഡക് ഡെൻ്റൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ കോൺഫറൻസ് ഉണ്ട്. ആ കോൺഫറൻസിൽ അപ്പോൾ അവിടെയെല്ലാം ചില ഡെൻ്റൽ ലാബുകളെല്ലാം നമ്മൾ കാണാനിട വരും. അവരവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അവരുടെ ക്വാളിറ്റിയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ആയിക്കൂടാ?
നമ്മുടെ ക്വാളിറ്റിയേക്കാൾ താഴെയാണ് അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവസരങ്ങളുണ്ടല്ലോ എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. പിന്നീട് അമേരിക്കയിലും എല്ലാം കോൺഫറൻസുകൾ, ധാരാളം കോൺഫറൻസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഗ്രേറ്റർ ന്യൂയോർക്ക് ഡെൻ്റൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ നവംബർ അവസാന വാരത്തിൽ ഞാൻ USA പോകും. ഇപ്പോഴും പോകുന്നുണ്ട്. പിന്നെ 2 വർഷത്തിലൊരിക്കൽ IDS ഇൻ്റർനാഷണൽ ഡെൻ്റൽ ഷോ ജർമ്മനിയിൽ നടക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ മാനുഫാക്ചേഴ്സും ഒരുമിച്ച് കൂടുന്ന ഏറ്റവും വലിയൊരു ഡെൻ്റൽ ഷോയാണ് കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജർമ്മനിയിൽ നടക്കുന്നത്. അവിടെ ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. ബിസിനസ് തുടങ്ങി ഏതാനും 90s ശേഷം എല്ലാ ഒന്നിടവിട്ട വർഷങ്ങളിലും അവിടെ പോകാറുണ്ട്. ഈ കഴിഞ്ഞ വർഷമൊക്കെ ടീമായിട്ട് 22 പേരാണ് പങ്കെടുക്കാനായിട്ട് ഞങ്ങളുടെ ഡെൻകെയറിൽ നിന്ന് പോയത്. അപ്പോൾ ഓരോരുത്തർ പുതിയ എന്തെല്ലാം പുതിയത് വന്നിട്ടുണ്ടോ ഓരോന്നും കണ്ടുപിടിച്ച് അതെല്ലാം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യമാണ്. When did you start realizing that I am part of a business that could go international, that it could really be a globally competitive business? That realization, when did you get? 2010 കൂടിയാണ് ശരിക്കും ആ ഒരു കാഴ്ചപ്പാട് ഉള്ളിലേക്ക് വന്നത്. പിന്നീട് 2013 ആയപ്പോഴേക്കും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു UAE. 2015 USA തുടങ്ങി, പിന്നെ UK തുടങ്ങി, ഓസ്ട്രേലിയയിൽ തുടങ്ങി, ന്യൂസിലൻഡിൽ തുടങ്ങി. അവിടെ എല്ലാം ഇപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ബാക്കി ഉള്ള കൺട്രീസിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അവിടെ നമ്മൾ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ വിദേശ രാജ്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവിടെയൊന്നും ഇത്രയും മുതൽ മുടക്കോടുകൂടി നമുക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല, പ്രായോഗികവുമല്ല. അവിടെ ഞങ്ങൾ ആകെ 10 പ്രോഡക്ട്സേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി പ്രോഡക്റ്റ്സ് എല്ലാം 450 പ്രോഡക്റ്റ്സ് ഞങ്ങൾ ഇന്ന് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കും. അവിടുത്തെ ഞങ്ങളുടെ ആ യൂണിറ്റ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. So you must be dealing with and working with people from across the world, and what have you learnt from different cultures during your travel? Learnings could be about business, it could be about way of life. What are your primary learnings, inspirations, any memories? നമ്മുടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ എംപ്ലോയീസിനെ കുറിച്ചല്ല പറയുന്നത്, ഇപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് മാറി. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരാൾ ഇവർ എങ്ങനെ നടന്നങ്ങ് പോകാമെന്നിരിക്കട്ടെ, നമ്മളിൽ പലരും, നമ്മുടെ എംപ്ലോയീസ് പലരും ഇങ്ങനെ നോക്കും. ഒരു ജർമ്മൻ എംപ്ലോയി അല്ലെങ്കിൽ ജപ്പാനിലുള്ളൊരു ഡെൻ്റൽ ടെക്നീഷ്യൻ, ഒരു ഇറ്റലിയിലുള്ള ഡെൻ്റൽ ടെക്നീഷ്യൻ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുള്ളവർ, അവർ ജോലി ചെയ്യുന്ന സമയത്ത് മുഴുവൻ സമയം അവിടെ എന്ത് സംഭവിച്ചാലും അവർ തിരിഞ്ഞു നോക്കില്ല. അത്രമാത്രം അവർ ചെയ്യുന്ന കാര്യത്തിൽ മുഴുവൻ മനസ്സും ശരീരവും ഏകാഗ്രമായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ ചെയ്യുള്ളൂ. അതേ ഒരു കൾച്ചർ തന്നെയാണ് ഞങ്ങൾ ഡെൻകെയറിൽ വളർത്തിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സാർ എന്തെങ്കിലും ഒരു സമയത്ത് വരുവാണെങ്കിൽ, ഞാനൊന്നും പ്രത്യേകിച്ച് പറയാതെ വന്നാലും സാറിനെ അറിയിക്കാതെ വന്നാലും അതേ കൾച്ചർ തന്നെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. 2, അവിടെയെല്ലാം നമ്മുടെ നാട്ടിൽ ഒരു GM ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു MD ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉയർന്ന പൊസിഷനുള്ളവരും താണ പൊസിഷനുള്ളവരും അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആ കൾച്ചറൊക്കെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ അവരെ സംബന്ധിച്ച് അവർക്ക് ഏത് ജോലി ചെയ്യുന്നതിനും പ്രത്യേകിച്ച് അവിടെ ജോലിക്ക് ഒരു പ്രത്യേകതയില്ല. ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ ക്ലീനിങ് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ മറ്റ് ഉയർന്ന നിലവാരത്തിലുള്ള ജോലി ചെയ്യുന്നവരും ഒരേ രീതിയിൽ അവർ ഒന്നുപോലെ മനുഷ്യരെ കണക്കാക്കുന്നു. അതേ കൾച്ചർ തന്നെയാണ് ഞങ്ങൾ ഡെൻകെയറിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ക്യാൻറ്റീനുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ ചെന്നാലും ക്യൂ നിന്ന് തന്നെ പാത്രം എടുത്ത് ഞാൻ തന്നെ കഴുകി, ഞാൻ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും അത് കഴുകി വയ്ക്കണം. ചായ കുടിക്കാൻ ചെന്നാലും അങ്ങനെ തന്നെ ക്യൂവിൽ നിന്ന് തന്നെ കഴിക്കണം. അപ്പോൾ എല്ലാവരും തുല്യരാണെന്നുള്ള ആ ഒരു ചിന്ത അതവിടെ ഞാൻ കണ്ടത്. അവരെല്ലാവരും അങ്ങനെ ഒരുപോലെ എല്ലാം ചെയ്യുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് അവർ വിവിധ ജോലികൾ ചെയ്യുന്നു. പക്ഷേ എല്ലാവരും ആ തുല്യരാണെന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ ആ ജീവനക്കാർക്ക് നമ്മളോടുള്ള സമീപനം സ്വന്തം സ്ഥാപനമാണെന്നുള്ള ചിന്ത വരുമെന്നുള്ളത് സത്യമായൊരു യാഥാർത്ഥ്യമാണ്. When we talk about businesses in Kerala, if you look at Kerala's industrial policy, there is a very high focus on R&D, high value, technologically intensive businesses. We are basically making a pitch for that, saying that please come to Kerala for. Now yours is obviously a very technologically advanced product. So tell us a little bit about R&D, because we generally, Kerala as a state, India as a country,
comes under a lot of criticism for not giving enough attention to research and development. Can you tell us about how central R&D is to your business, how you develop it, and how that translates into earnings in business? R&D തുടങ്ങാൻ കാരണം പല പ്രോഡക്ട്സും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ ഒരു ചിന്ത. അത് ഞങ്ങൾ ഓരോന്നോരോന്ന് ഇപ്പം ഞങ്ങൾ 30ഓളം ഡെൻറ്റിസ്റ്റിന് ആവശ്യമുള്ള ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ അങ്ങനെയുള്ള ഡെൻറ്റിസ്റ്റ് ഉപയോഗിക്കുന്ന ഏതാണ്ട് 30ഓളം പ്രോഡക്ട്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ 3D പ്രിൻ്റർ ഞങ്ങളുടെ എൻജിനീയേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. പുറത്തുനിന്ന് വാങ്ങിയ പ്രിൻ്റർ ഇല്ലാതെ അല്ല. ഓക്കെ. 100ഓളം പ്രിൻ്റർ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഏകദേശം 100ഓളം. അതെല്ലാം ഞങ്ങൾ തന്നെ 3D പ്രിൻ്റർ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ എൻജിനീയേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ഞങ്ങളുടെ R&D വിങ് അത് ഏറ്റവും ആക്യുറേറ്റാണ്, ഏറ്റവും ഫാസ്റ്റസ്റ്റുമാണ്. അതിൻ്റെ റെസിൻസ് ഞങ്ങൾ തന്നെയാണ്. ചില റോ മെറ്റീരിയലെല്ലാം ജർമ്മനിയിൽ നിന്ന് വരുന്നതുകൊണ്ട്, പക്ഷേ ഞങ്ങൾ തന്നെയാണ് അതിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. അങ്ങനെ പലതും നമുക്കിവിടെ മാനുഫാക്ചർ ചെയ്യാൻ കഴിയും. ലോകോത്തര നിലവാരമുള്ള ആ പ്രോഡക്റ്റിന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളത് ഒന്നോടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ബാക്കി കാര്യപരിപാടികളുമായിട്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. In your R&D wing, how many people work? What are the challenges that they face? What is the task that is given to them on a daily? What are they doing on a daily basis? ശരിക്കും 2020 ആയപ്പോഴേക്കും ഞങ്ങളുടെ സ്ഥാപനം വലിയൊരു പ്രതിസന്ധി നേരിട്ടു. കോവിഡ് വന്നപ്പോൾ എല്ലാം അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി പോലെയായി. ഞങ്ങൾക്ക് സ്ഥാപനം തുറക്കാൻ പറ്റുന്നില്ല, ഡെൻ്റൽ ക്ലിനിക്കുകൾ തുറക്കുന്നില്ല, ഡോക്ടേഴ്സ് ആരും പേയ്മെൻറ്റ് തരാനുള്ള പേയ്മെൻറ്റ് തരുന്നില്ല, പേഷ്യൻസ് ആരും ക്ലിനിക്കിൽ വരുന്നില്ല. കുറേ അധികം ക്ലിനീഷ്യൻസ് നിർത്തിപ്പോയി. പേഷ്യൻസിന് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയൊക്കെ ഹ്യൂജ് നഷ്ടങ്ങളൊക്കെ വന്നതുകൊണ്ട് 2 വർഷത്തേക്ക് R&Dയിൽ പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും R&Dയിൽ അതുപോലെ ഫോക്കസ് ചെയ്ത് പലതും ഞങ്ങൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, പുതുതും കണ്ടുപിടിക്കുന്നു. നല്ല രീതിയിൽ ഇപ്പോൾ അത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് 20-ൽ താഴെ എൻജിനീയേഴ്സ് അടക്കം കെമിസ്റ്റ് അടക്കം ഞങ്ങളുടെ R&Dയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. What was the motivation behind that and what purpose is that serving? അത് വളരെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തെ ഒരിടത്തും തന്നെ ശരിക്കും ഒരു ഡെൻ്റൽ ടെക്നോളജി പഠിപ്പിക്കാനുള്ള ഒരു ശരിയായ സംവിധാനം ഞങ്ങൾ തുടങ്ങുന്ന കാലഘട്ടത്തിലില്ല. ഇന്നും ഞങ്ങളുടെ പോലെ അതിനുള്ള സംവിധാനം ഇല്ലെന്നുള്ളതാണ് വാസ്തവമായ യാഥാർത്ഥ്യം. കേരളത്തിലെ സ്ഥിതി പറഞ്ഞാൽ കേരളത്തിലെ ഡെൻ്റൽ കോളേജുകളിൽ ഏതാണ്ട് 50-ൽ താഴെ സീറ്റേ ഉള്ളൂ ഒരു വർഷം. അത് പഠിച്ചു വരുന്നതിൽ ബഹുഭൂരിപക്ഷവും വിദേശത്തേക്കെല്ലാം പോവുകയാണ്. ക്വാളിഫൈഡ് ആയ ഡെൻ്റൽ ടെക്നീഷ്യനെ കിട്ടുക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡെൻകെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ ടെക്നോളജി ശരിക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് അവരും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് 40ഓളം ഡോക്ടേഴ്സ് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് തന്നെ ഏതാണ്ട് 12-13ഓളം പേരുണ്ട്. അവരുടെയും കൂടെ നേതൃത്വത്തിൽ ശരിക്കും ഞങ്ങൾ തന്നെ ശരിയായിട്ട് തിയറിയും പ്രാക്ടിക്കലും എല്ലാം ചെയ്യത്തക്ക രീതിയിൽ 1.5 വർഷത്തെ ഒരു കോഴ്സ് ആരംഭിക്കുകയും അതെല്ലാം നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും പഠിപ്പിക്കുകയും അവരെ തന്നെ +2 കഴിഞ്ഞ കുട്ടികളെ എടുക്കുന്നു, 1.5 വർഷത്തെ ട്രെയിനിങ് കൊടുക്കുന്നു, തിയറി പാർട്ടും പ്രാക്ടിക്കലും എല്ലാം പഠിപ്പിക്കുന്നു. ഞങ്ങൾ അവിടെ തന്നെ ജോലി കൊടുക്കുന്നു. ക്വാളിഫൈഡ് ഡെൻ്റൽ ടെക്നീഷ്യൻ കിട്ടാതെ വന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങാൻ പരിപാടി ഇട്ടത്. 3 വർഷം മുമ്പ് എനപ്പോയി യൂണിവേഴ്സിറ്റി ആയിട്ട് ഞങ്ങൾ കൊളാബറേറ്റ് ആയിട്ട് BSc ഡെൻ്റൽ ടെക്നീഷ്യൻ 3 വർഷത്തെ കോഴ്സ്, അവിടെയും പഠിച്ചു വരുന്ന ആളുകൾക്കെല്ലാം ജോലി കൊടുക്കാൻ ഞങ്ങൾ എന്നും സന്നദ്ധരാണ്. അനേകരവിടെ ജോലി കിട്ടുന്നു, പ്ലേസ്മെൻറ്റ് അവിടെ നിന്ന് തന്നെ കിട്ടുന്നു. ഞങ്ങൾക്ക് ഇന്നും ആളുകളെ ധാരാളം ജോലിക്കാർ, എത്ര പേര് ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു വന്നാലും ഇന്ത്യയിലെ എല്ലായിടത്തും മാത്രമല്ല വിദേശത്തും ധാരാളം അവസരങ്ങൾ അവർക്കുണ്ടെന്നുള്ളതാണ് വാസ്തവമായ യാഥാർത്ഥ്യം. You are currently employing around 4,300 people, which is a very large number. So what kind of, do you find it hard to retain people? Do a lot of people move on? What kind of employee movement is there in your organization? വളരെ കുറച്ച് അട്രീഷൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മാനുഫാക്ചറിങ് ഡിവിഷനിൽ. മാർക്കറ്റിംഗ് ഡിവിഷനിൽ തന്നെ 500ഓളം എംപ്ലോയീസ് ഉണ്ട്. മാനുഫാക്ചറിങ് ഡിവിഷനിലുള്ള എംപ്ലോയീസ് അവരെല്ലാം നിയർ ബൈ ഒരു 40 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് അവർ വരുന്നത്. ഞങ്ങളുടെ എംപ്ലോയീസിൽ ഏതാണ്ട് 80% കൂടുതൽ ലേഡീസാണ് എംപ്ലോയീസ്. ഈ 4,300 അതെ.
ഞങ്ങളെല്ലാ എംപ്ലോയീസിനെയും വീടുകളിൽ നിന്ന് പിക്കപ്പ് ചെയ്യുകയും തിരിച്ചവർ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് അതിനുള്ള ബസ്സുകളും സംവിധാനങ്ങളും അതിനുള്ള എല്ലാ കാര്യപരിപാടികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 3 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദേശത്ത് നിന്ന് വരുന്ന പ്രോഡക്റ്റ്സ് എല്ലാം 7-8 ദിവസം എടുക്കും അവിടെ തിരിച്ചവിടെ എത്തിക്കാൻ. ഇങ്ങോട്ട് വരാനായിട്ടെല്ലാം ഇന്ന് ഏറ്റവും ആധുനികമായ ഡിജിറ്റൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇൻട്രാ ഓറൽ സ്കാനർ കൊണ്ട് സ്കാൻ ചെയ്യാം. 1 മിനിറ്റിൽ അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് STL ഫയൽ വരും. അത് നേരെ കൺവേർട്ട് ചെയ്ത് റെഡിയാക്കിയാൽ 3D പ്രിൻറ്റിങ് മോഡൽ വിതിൻ 2 hours മോഡൽ അതുപോലെ തന്നെ ഇവിടെ കിട്ടും. പേഷ്യൻ്റെ മൗത്തിൽ എന്തുണ്ടോ അതേ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് അതേ മോഡൽ ഇവിടെ കിട്ടും. ഉടനെ ജോലി തുടങ്ങാം. പക്ഷേ തിരിച്ചു വിടുമ്പോൾ ഇവിടുന്ന് കൊറിയർ വഴി വിടുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വിട്ടാലും എങ്ങനെ വന്നാലും 7-8 ദിവസം എടുക്കും. അപ്പോൾ വന്നാൽ ഇമ്മീഡിയറ്റ് 24 hours എല്ലാം തീർക്കണമെന്നുള്ളതുകൊണ്ട് 24 hours ഞങ്ങൾക്ക് വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ ഞങ്ങളുടെ ഈ ഫീൽഡിൽ. What are the advantages that you had which you got from being in Kerala? What were the positive contributions of the state, the people, the systems in Kerala to your success? ശരിക്കും കേരളം വ്യവസായത്തിന് പറ്റി ഏറ്റവും നല്ല സ്ഥലമാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കേരളത്തിലെ ആളുകൾ, അവരുടെ സമീപനം, 37 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നല്ല മനുഷ്യർ. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു കേവലം 50 മീറ്റർ ഇല്ല, ഒരു 20 മീറ്റർ അടുത്ത് തന്നെ ഒരു 3-4 വീടുകളുണ്ട്. അവരെല്ലാം എത്ര കോപ്പറേറ്റീവാണ്. ഞങ്ങൾ ആർക്കും അവർക്ക് 1 രൂപ പോലും കൊടുക്കുന്നില്ല. ആകെ വർഷത്തിൽ 1 പ്രാവശ്യം ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു കേക്ക് കൊടുക്കും, വേറെ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ അവർ ഞങ്ങളോട് എത്ര സഹകരണത്തോടെ നിൽക്കുന്നു. കൂടുതലും ഞങ്ങൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ എടുക്കുന്നു, ജോലിക്കെടുക്കുന്നു. 2, ഒരു കാരണവശാലും ഒരു സമൂഹത്തിന് ഒരു ദ്രോഹം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ള ആ നിശ്ചയദാർഢ്യം ഞങ്ങൾക്കുണ്ട്. സൗണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ കഴിയില്ല. ഒരിക്കലും ആ സൗണ്ട് പ്രൂഫായിട്ടുള്ള സിസ്റ്റംസ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പോലും ഡെൻകെയറിൽ നിന്ന് ഒരു റെയിൻ വാട്ടർ അല്ലാതെ ഒരു തുള്ളി പോലും പുറത്തേക്ക് ഒഴുക്കി വിടില്ല ഓടയിലേക്ക്. കൈ കഴുകുന്ന വെള്ളം പോലും, ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്ന വെള്ളം പോലും അങ്ങ് ഏറ്റവും മുകളിൽ ഞങ്ങളുടെ STP സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. അത് ഏറ്റവും അത്യാധുനികമായി സജ്ജീകരണത്തോടെ ചെയ്തിരിക്കുന്നതാണ്. അവിടെ പോയി ശുദ്ധി ചെയ്ത് ആ വെള്ളമാണ് ഞങ്ങൾ മറ്റേ ഫ്ലഷ് ടാങ്കിൽ യൂസ് ചെയ്യുന്നത്. ബാക്കി വരുന്ന വെള്ളം അവിടെ ചെടികളൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരിക്കലും ഒരു പേപ്പർ പോലും ഒരിക്കലും അവിടെ ഡെൻകെയറിൽ കത്തിക്കില്ല. അതെല്ലാം ബ്രഹ്മപുരം പ്ലാന്റിൽ അവിടെ കൊടുത്ത് എല്ലാം ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് ഓരോ ലോഡ് എല്ലാം വേസ്റ്റ് അങ്ങോട്ട് വിടുന്നുണ്ട്. അങ്ങനെയെല്ലാം എല്ലാ രീതിയിലും ഒരു കാരണവശാലും മനുഷ്യ സമൂഹത്തിനൊരു ദ്രോഹം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ള ചിന്ത ഞങ്ങൾക്കുള്ളതുകൊണ്ടും മാത്രമല്ല, ആളുകൾക്ക് അവിടെ വന്ന ഏത് സമയത്തും വന്ന് എന്തും പരിശോധിക്കാനോ എന്തും നോക്കാനോ ഡെൻകെയർ എപ്പോഴും ഓപ്പണാണ്. അതുകൊണ്ട് ആളുകളുടെ സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൂവാറ്റുപുഴയിലെ ആളുകൾക്ക് ഡെൻകെയർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അവരുടെ തന്നെ ഒരു അഭിമാനമായിട്ടാണ് മാറിയിരിക്കുന്നത്. മാത്രമല്ല, ജീവനക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ 37 വർഷത്തെ എൻ്റെ അനുഭവത്തിൽ നാളിതുവരെ ഒരു അപശബ്ദം പോലും ഒരിക്കലും ഡെൻകെയറിൽ ഉണ്ടായിട്ടില്ല. പലരും പറയുന്നു തൊഴിൽ പ്രശ്നങ്ങൾ എല്ലാം പ്രശ്നമാണെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ലവരായ മനുഷ്യർ, വളരെ സിൻസിയറായിട്ടുള്ള ആളുകൾ, ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നല്ല ആളുകൾ കേരളത്തിലെ ആളുകളാണ്, മലയാളികൾ. ഞാൻ വളരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് ചെന്നൈയിൽ യൂണിറ്റ് ഉണ്ട്, ഹൈദരാബാദിൽ യൂണിറ്റ് ഉണ്ട്, ബാംഗ്ലൂർ യൂണിറ്റ് ഉണ്ട്, ഡൽഹിയിൽ യൂണിറ്റ് ഉണ്ട്, കൊൽക്കത്ത യൂണിറ്റ് ഉണ്ട്, മുംബൈയിൽ യൂണിറ്റ് ഉണ്ട്. ഇവിടെ എല്ലാം എംപ്ലോയീസ് ഉണ്ട്. അവിടെയെല്ലാം അതാത് സ്ഥലങ്ങളിൽ നിന്നുള്ള എംപ്ലോയീസിനെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അവരെ എല്ലാം മൂവാറ്റുപുഴ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ കൊണ്ടുവന്ന് 1.5 വർഷവും 2 വർഷത്തെ ട്രെയിനിങ് കൊടുത്ത് അവരെ തന്നെ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യും. മുഴുവൻ പെർമനൻറ്റ് എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ ഡെൻകെയറിൽ, കോൺട്രാക്ട് ലേബേഴ്സ് ആരുമില്ല. ഇങ്ങനെയെല്ലാം ആയിരിക്കെ നാളിതുവരെ ഒരു പ്രശ്നവും വരാതെ ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് തന്നെ ഒരു ശരിയായിട്ട് ഈ കേരളത്തിൽ വ്യവസായം നടത്തിക്കൊണ്ട് പോകാമെന്നുള്ളൊരു തെളിവാണല്ലോ. And I'm reading the news and I'm seeing there are labor problems, there are strike-related issues, there are union-related troubles. And then I'm asking you, how do you say that Kerala is a good place for doing business, a good place for manufacturing, when all I'm reading in the papers and in the media is about Kerala being the last place
that anybody should invest. So what will you tell me? നമ്മുടെ വ്യവസായികൾ പലരും ഒന്നോടെ മാറി ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് ഞാനൊരു വ്യവസായിയാണല്ലോ. എൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്ത എൻ്റെ എംപ്ലോയീസാണ്, എൻ്റെ ജീവനക്കാരാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എന്നെ വളർത്തുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഒരാൾ വിചാരിച്ചാൽ 2 പല്ലുണ്ടാക്കാൻ കഴിയും. ഒരു ദിവസം 6000-ഓളം പല്ലുണ്ടാക്കണം. എനിക്കെങ്ങനെ സാധിക്കും? അവരില്ലെങ്കിൽ എനിക്ക് എങ്ങനെ വളരാൻ കഴിയും? എൻ്റെ കൂടെ നിൽക്കുന്നവർ വളർന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ വളർച്ചയുണ്ടാകും? പല വ്യവസായികളും ചിന്തിക്കുന്നത്, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഡെൻകെയർ തുടങ്ങിയതുകൊണ്ടാണ് ഇത്രയും പേർക്ക് ജോലി കിട്ടിയതെന്ന് പറയുന്നു. ശരിയാണ്, അത് യുക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാനൊരാൾ ഡെൻകെയർ എന്നുള്ളൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടു എനിക്ക് ജോലിക്കാരില്ലെങ്കിൽ ഞാൻ എങ്ങനെ വളരും? ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ലേ ജോലിക്കാരും? അവർക്ക് കൊടുക്കേണ്ടതായിട്ട് റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? 8.5 മണിക്കൂറാണ് ഞങ്ങളുടെ നോർമൽ എംപ്ലോയീസിനുള്ള വർക്കിംഗ് അവേഴ്സ്. 2 പ്രാവശ്യം അവർക്ക് കാപ്പി കുടിക്കാൻ പോകാൻ പറ്റും, 1 പ്രാവശ്യം ഊണ് കഴിക്കാം. 1 മണിക്കൂർ സമയം അവർക്ക് റെസ്റ്റ് എടുക്കാം. ബാക്കി 7.5 മണിക്കൂറാണ് ഒരു ജോലി ചെയ്യേണ്ടത്. അവർ ഒരാൾ പോലും 1 മിനിറ്റ് പോലും എക്സ്ട്രാ ജോലി ചെയ്താൽ ചെയ്യാൻ സമ്മതിക്കില്ല. ചെയ്യുവാണെങ്കിൽ മിനിമം ഹാഫ് ആൻ അവർ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ എക്സ്ട്രാ പൈസ കൊടുത്തിരിക്കും. ഇതെല്ലാം ന്യായമായിട്ട് ഒരു എംപ്ലോയിയുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ചെയ്യേണ്ട കാര്യമല്ലേ? മറ്റൊരു കാര്യം, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന മിനിമം വേജസ് കൊടുക്കാൻ നാം ബാധ്യസ്ഥരല്ലേ? പലരും എന്തു ചെയ്യുന്നു? 7000 അല്ലെങ്കിൽ 8000 10,000 രൂപ കൊടുത്താൽ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കും? നമ്മൾ ഹ്യൂമൻ ബീയിങ്സ്. ഞാനിപ്പോൾ ഈ സ്ഥാപനം തുടങ്ങി, ശരിയാണ്, ഞാൻ തുടങ്ങി, വാസ്തവമാണ്. പക്ഷേ ഞാനും മനുഷ്യനല്ലേ, അവരും മനുഷ്യരല്ലേ? ഒരു മിനിമം ഒരു 20,000 അല്ലെങ്കിൽ 15,000 എങ്കിലും കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഒരു കുടുംബത്തിൽ അവർക്ക് ജോലി, അവർക്ക് വണ്ടിക്കൂലിയും അവരുടെ ഭക്ഷണത്തിൻ്റെ എല്ലാം പൈസ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് കിട്ടും? ഇത് കൊടുക്കാനുള്ള മനസ്സ് നമ്മളിൽ പല ആളുകൾക്ക് ഇല്ലെന്നുള്ളത് സത്യമായൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് വളരണം, ഞാനുണ്ടാക്കണം, എനിക്ക് മാത്രം, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കാര്യങ്ങളും മാത്രം. ആ ചിന്താഗതി നമ്മൾ എല്ലാ വ്യവസായികളുടെ ഉള്ളിൽ നിന്ന് മാറണം. അവരുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് വരേണ്ടതല്ലേ? ഞങ്ങൾ ഇന്ന് ഒരു മാസം ശമ്പളം കൊടുക്കാൻ 12 കോടി രൂപ വേണം. ഡെൻ്റൽ ഇൻഡസ്ട്രിയിൽ 8% ഗ്രോത്ത്. എന്നാൽ ഡെൻകെയറിൻ്റെ ഈ കഴിഞ്ഞ മാസത്തെ ഗ്രോത്ത് 28.1% ആണ്. എങ്ങനെ സാധിക്കുന്നു? ഞങ്ങളൊരൊറ്റ കുടുംബമാണ്. ഞാനവർ റെസ്പെക്റ്റ് ചെയ്യുന്നു. മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ സാധാരണ ഞാൻ എല്ലാവരെയും പറയുകയല്ല, ഉടനെ അവരെ പരസ്യമായിട്ട് ശാസിക്കുന്നു. എന്നാൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആളുകൾ പലപ്പോഴും വിമുഖത കാണിക്കുന്നു. എന്നാൽ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങളുടെ മാനേജേഴ്സിനോടും സൂപ്പർവൈസേഴ്സിനോടും അതിന് മുകളിലുള്ളവരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ശാസിക്കുന്നത്, അവർ വഴക്ക് പറയുന്നത് ഒരു വ്യക്തി വേറെ കേൾക്കരുത്. എന്നാൽ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മൈക്കെടുത്ത് ഉറക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇതെല്ലാം ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന, അഥവാ ഞങ്ങളുടെ സ്ഥാപനത്തെ മുമ്പോട്ട് നയിക്കുന്ന ഏതാനും ചില ഘടകങ്ങളാണ്. ഞാൻ എന്നും അവരെ ആദരിക്കുന്നു. അവരുള്ളത് കൊണ്ടാണ് ഞാൻ വളരുന്നത്. അവരില്ലെങ്കിൽ ഞാനൊരു വട്ടപൂജ്യമാണ്, സീറോയാണ്. ഈ ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലർക്കും അത് രുചികരമായ വാക്കുകളല്ല ഞാൻ പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാലല്ലേ നമുക്ക് തിരുത്താൻ പറ്റുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആരാണ് കേരളം കൊള്ളൂല എന്ന് പറഞ്ഞു വരുത്തുന്നത്? ചെന്നൈയിലുള്ളവരോ ബാംഗ്ലൂരുള്ളവരോ അല്ലെങ്കിൽ മറ്റേ ഡൽഹിയിലുള്ളവരോ അല്ലെങ്കിൽ മുംബൈയിലുള്ള വ്യവസായികളാണോ? അല്ല, എന്നെപ്പോലുള്ള ആളുകളാണ് ഇവിടെ വ്യവസായം നടത്തി പരിചയിച്ചിട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ. അവർ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ കൊള്ളില്ല, കേരളം ഒന്നിനും കൊള്ളില്ല എന്ന് പറയാൻ അവരുടെ മനസ്സിൽ അവരതിന് വ്യഗ്രതപ്പെടുന്നു എന്നുള്ളത് തന്നെ അവർ ഈ സംസ്ഥാനത്തെ സ്നേഹിക്കുന്നില്ല, സ്വന്തം നാടിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഓരോ വ്യക്തി അവരുടെ അനുഭവമില്ല പറയും. ശരിയാണ്, അനുഭവം എന്തുകൊണ്ട് വരുന്നു, അതിൻ്റെ ബേസ് റൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് ലേബേഴ്സ് പ്രോബ്ലം ഉണ്ടാക്കുന്നു? ന്യായമായിട്ട് അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. ഞാൻ കുറ്റപ്പെടുത്തുമല്ല, അല്ലെങ്കിൽ അവരെ പരിഗണിക്കേണ്ട രീതി പരിഗണിക്കുന്നില്ല. 9 മണിക്കൂറാണ് വർക്കിംഗ് ഡേയെങ്കിൽ 12 മണിക്കൂർ അവർ ജോലി ചെയ്യുന്നു, 11 മണിക്കൂർ ജോലി ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളായി പോവില്ലേ മറ്റ് സംസ്ഥാനങ്ങളിൽ പലരും ഉള്ളതുപോലെ? ഞാൻ കുറ്റപ്പെടുത്തുമല്ല. മറ്റൊരു കാര്യം, കേരളത്തിലെ ആളുകൾ പ്രബുദ്ധരായ ആളുകളാണ്, അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് വിവരമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും
നല്ല ഏറ്റവും നല്ല വ്യവസായത്തിന് പറ്റിയ അന്തരീക്ഷമാണ് കേരളത്തിൽ നിന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ അനുഭവത്തിൽ. So let me ask you a few more questions along this line. So you have given this image of Kerala being a great place for doing business, for manufacturing, and you are living proof that is true. But then the counter question would be that if this were true for everybody else, why are so many Kerala youth migrating? Why are so many people going outside Kerala to realize their dreams and their fortunes? So how would you respond to that? തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നത് സത്യമായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ ആളുകൾ തിരിച്ചും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. കാരണം അവിടെയെല്ലാം ചെന്നിട്ട് ആളുകൾക്ക് എന്തും ചെയ്യാനുള്ള മനസ്സുണ്ട്. സ്വന്തം നാട്ടിൽ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യുള്ളൂ. അവിടെ ചെന്നാലോ ഏത് ജോലിയും ചെയ്യാൻ മനസ്സുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ചിലർ ഇവിടെ MSc കഴിഞ്ഞിട്ട് പോയ കുട്ടികൾ, MTech കഴിഞ്ഞിട്ട് പോയ കുട്ടികൾ അവിടെ ഇപ്പോഴും വയസ്സായ ആളുകളെ നോക്കാനായി ഹോം കെയർ സർവീസ് കൊടുക്കാനായി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ പുതിയ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നു. ഇങ്ങോട്ട് ആളുകൾ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ദുബായിൽ ശരിക്കും എന്തുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ ഇത്രയും വരുന്നത്? അവർ അവിടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു, ഏറ്റവും ക്ലീനായിട്ട് സൂക്ഷിക്കുന്നു. നാച്ചുറാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ച് ദൈവം, ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത്, അതുപോലെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച എല്ലാ പ്രകൃതിയുടെ എല്ലാ മനോഹാരിതയുള്ള നല്ല നല്ല പുഴകളും തോടുകളും എല്ലാം, എത്ര പച്ചപ്പുള്ള മനോഹരമായ പ്രദേശം. ഇത് നാം എല്ലാവരും ഒന്ന് വിചാരിച്ചാൽ, മനസ്സ് വെച്ചാൽ, ടൂറിസ്റ്റുകൾ മാത്രം വന്നാൽ മതി ഈ നാട് സ്വർഗമായി. എല്ലാവർക്കും ജീവിക്കാനും എന്തെല്ലാം സാഹചര്യങ്ങൾ. അതുമൂലം ഡെൻറ്റിസ്ട്രി വളരുന്നു, മെഡിക്കൽ ടൂറിസം വളരുന്നു. എന്തുമാത്രം സാഹചര്യങ്ങളുണ്ട്. നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള റിസോഴ്സസ് ചിന്തിക്കാതെ ഓടി വിദേശത്ത് പോയി അവിടെ സ്വർഗമാണെന്നുള്ള രീതിയിൽ പോകുന്നു. എന്നാൽ അനേകരും അവിടെ ദുരിതമാണ് അനുഭവിക്കുന്നത്. കാരണം ഒരു വീട് വയ്ക്കുന്നു. വീട് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആയുസ് മുഴുവൻ ലോൺ അടയ്ക്കാനേ ഉള്ളൂ. മറ്റൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ, എവിടെയെങ്കിലും ഒരു ചെറിയ കാര്യം ഒന്ന് വന്നാൽ മീഡിയാസ് അത് ഉയർത്തിക്കാട്ടി അതിനെയെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച്, മലയാള ഭാഷയിൽ പറഞ്ഞാൽ അതെല്ലാം ഉയർത്തിക്കാട്ടി അതെല്ലാം ചാനലിൽ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം ആക്കി ആളുകളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ നല്ല കാര്യങ്ങളോ ഉയർത്തി പറയുന്നുണ്ടോ? എന്തുകൊണ്ട് ഡെൻകെയറിനെ കുറിച്ച് പറയുന്നില്ല? ഡെൻകെയർ ഇത്രയും സക്സസ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു, ഇത്രയും ജോലിക്കാരവിടെയുണ്ട്, അവിടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എത്ര പേര് പറഞ്ഞു? വലിയ വലിയ ചാനലുകൾ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? ആളുകൾ അറിയാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഏതെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം അത് ഉയർത്തിക്കാട്ടി അവിടെ എവിടെയെങ്കിലും ഒരിടത്തൊരു തൊഴിൽ പ്രശ്നം എന്തെങ്കിലും ചെറുതുണ്ടായാൽ ഉടനെ അതിനെ പ്രൊക്ലെയിം ചെയ്ത് എല്ലാം പറഞ്ഞ് ആളുകളുടെ മനസ്സിനെ, ഏതെങ്കിലും വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെപ്പോലും തളർത്തുന്ന രീതിയിൽ, അവരിവിടെ വരരുതെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് പലരും പറഞ്ഞ് പരത്തുന്നത്. Sometimes I have also found it a bit surprising when we put up videos on social media talking about Kerala's potential, Kerala's possibilities. A vast majority of the comments are usually negative and they come from people from Keralites. അത് ശരിക്കും ഈ മീഡിയ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു തരംഗമാണത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ല നല്ല വ്യവസായങ്ങൾ, ഒരു വ്യവസായം ഇവിടെ ഇല്ലെന്നാണോ പറയുന്നത്? എന്തുമാത്രം വ്യവസായങ്ങളിവിടെ ഉണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ മറ്റേ ബ്ലഡ് ബാഗ് ഉണ്ടാകുന്നത് നമ്മുടെ ഈ തിരുവനന്തപുരത്തല്ലേ? അതാരെങ്കിലും അതിനെക്കുറിച്ച് ഫീച്ചർ ചെയ്യുന്നുണ്ടോ? വലിയ ചാനലുകളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? വളരെ വളരെ റെയറായിട്ടേ ഉള്ളൂ. നെഗറ്റീവ് പോയിൻറ്റ്സ് എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു വ്യഗ്രത, അതൊന്ന് മാറി വരേണ്ട ഒരു കാലം ആസന്നമായി. അതുകൊണ്ട് ഇതെവിടെ എത്തുന്നു? ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നു. അതുകൊണ്ട് കേരളം കൊള്ളില്ല, കേരളത്തിലേക്ക് പോകരുതെന്ന് മറ്റുള്ളവർ പറയുന്നു. അതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലെ പല ലോബികളും അതിനു വേണ്ടിയിട്ട് ഉത്സാഹിക്കുന്നു. അതുമൂലം കേരളത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന പലരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ വരുന്നു. നാം തന്നെയാണ് മാറേണ്ടത്, കേരള സമൂഹം. നാം മാറിയാൽ ഇതെല്ലാത്തിനും മാറ്റം വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. You say that a lot of things are changing. There's a different reality that is currently unfolding in the state. What should be the role of government in all of this? What should be the relationship of government with
with business, what should be the role of government in facilitating things for businesses? How does a government ensure that a very friendly ecosystem is available for both young people and for young entrepreneurs or established businesses to expand, to scale up in the state? ഗവൺമെൻറ്റിൻ്റെ ചിന്താഗതി എങ്ങനെ, ഏത് രീതിയിലായിരിക്കണം, ആൻഡ് അവരുടെ മെയിൻ ഫോക്കസ് എവിടെ ആയിരിക്കണം? ഇന്നത്തെ രീതി പറഞ്ഞാൽ, ഞാൻ ആരെയും ഉയർത്തിപ്പറയല്ല, നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് സാറ് അദ്ദേഹത്താൽ കഴിയാവുന്ന എല്ലാ രീതിയിലും വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു നിർദ്ദേശം നമ്മുടെ ഭാഗത്തുനിന്ന് വന്നാൽ, വ്യവസായികളുടെ ഭാഗത്തുനിന്ന് വന്നാൽ, ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം തികഞ്ഞു, ഒരു പോരായ്മയില്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് ഏത് ഗവൺമെൻറ് വന്നാലും ഒരു ലിമിറ്റിൽ കൂടുതൽ നമുക്ക് ചെയ്യാനുള്ള ഒരു റിസോഴ്സ് നമ്മുടെ ഈ സംസ്ഥാനത്തില്ല. ഉള്ളത് വച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ നല്ല വലിയ റോഡുകളില്ല എന്നുള്ളൊരു പോരായ്മ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല വലിയ റോഡുകൾ ഉണ്ടാകേണ്ട അനിവാര്യമാണ്. ഒരു കാര്യം ഞാൻ സാറിന് സത്യപ്പെടുത്തട്ടെ. ഇപ്പോൾ ഇവിടെ ധാരാളം ബസ്സുകൾ, മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട്, ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് എത്രമാത്രം ബസ്സുകൾ, ട്രെയിൻ ഒരു 4-5 ട്രെയിൻ ഇവിടെ വരികയാണെങ്കിൽ, നല്ല ട്രെയിൻ ബാംഗ്ലൂരിൽ നിന്ന് പോരാനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര സൗകര്യപ്രദമായിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാം. എന്തു വലിയ നാഷണൽ വേസ്റ്റാണ് വാസ്തവത്തിൽ വരുത്തുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്ന് മാറുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ വേസ്റ്റ് ഡിസ്പോസലിനെല്ലാം ഒത്തിരി സാഹചര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഈ K-SIFT വന്നത് തന്നെ എത്ര പെട്ടെന്ന്, എത്ര ഒരു വ്യവസായം തുടങ്ങിയാൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പൊല്യൂഷൻ കൺട്രോൾ ബോഡിയിൽ നിന്ന് വന്നാൽ അവർക്കൊരു മിനിമം സമയം കഴിഞ്ഞിട്ടേ ഒരു ഇത്ര നാൾ, ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന സർട്ടിഫിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് വരെയുള്ളൊരു വ്യവസായം തുടങ്ങുന്നതിന് ഒരിക്കലും ഒരു തടസ്സമില്ല. ഇന്ന് ഒരുപടി കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യം ഒന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഞാൻ പൊളിറ്റീഷ്യൻസിനെ ആരും ക്രിറ്റിസൈസ് ചെയ്യല്ല. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ആളല്ല താനും. ഞാൻ എല്ലാവരോടും സമദൂര സിദ്ധാന്തം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ഏത് ഗവൺമെൻറ് കൊണ്ടുവന്നാലും അത് നല്ലതാണെന്ന് ഉയർത്തി പറയണ്ടേ. പരസ്പരം കുറ്റം ചാഴുകയും പഴി ചാരുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ നമ്മുടെ നാട് രക്ഷപ്പെടും? അതുകൊണ്ട് നല്ലതിനെയെല്ലാം നല്ലതെന്ന് ഉയർത്തി കാണിക്കാനും, വരേണ്ടതെല്ലാം പരസ്പരം, അങ്ങനെ നല്ല പ്രോജക്റ്റുകൾ വരുമ്പോൾ പരസ്പരം കൈകോർത്തുന്നത്, പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ല, ഒരുമിച്ച് കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ധാരാളം വ്യവസായങ്ങൾ വരും. ആരും ഇവിടുന്ന് പുറത്തു പോകേണ്ട, കുറച്ച് പേരൊക്കെ പുറത്തു പോകില്ലെന്ന് പറയുന്നില്ല, എന്നാൽ അവരെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അനേകം പുതിയ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് പറ്റിയ അന്തരീക്ഷം തന്നെയാണ് ഇന്നത്തേന്നാണ് എൻ്റെ അഭിപ്രായം. You have been running your company for nearly 40 years now. During this whole period, did you face labor disputes? Did you have union related problems? No, recently in the news you see sometimes that when people are loading and unloading things outside factories, they face some issues. There's some conflict with labor. Did you have to handle anything like this? What was your relationship over this long period? 2000 ഞങ്ങൾ ബിൽഡിംഗ് പണിയുന്നത് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയത്. 1997 ഞങ്ങൾ അങ്ങ് രാജസ്ഥാനിൽ നിന്ന് മാർബിൾ കൊണ്ടുവന്നു. മാർബിൾ ഇറക്കാനായിട്ട് ആ കാലങ്ങളിൽ ഈ യൂണിയൻകാരോടെ വന്നു. 2 പാർട്ടികളിൽ യൂണിയൻകാർ വന്നു. അവരോട് അന്ന് ആ കാലങ്ങളിൽ ഇതിന് ഈ വിലയെല്ലാം പറഞ്ഞു. ഇത്ര രൂപ ഒരു ലോഡ് ഇറക്കുന്നത് നിയമപരമായിട്ട് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ഇത്രയാണെന്ന് പറഞ്ഞു. അവർ അതിന് വലിയൊരു തുക പറയാനിട വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറഞ്ഞു അത് സാധിക്കില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാനും എൻ്റെ ബ്രദേഴ്സും നേരെ നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ഇറക്കണ്ട, ഞങ്ങൾ തന്നെ അൺലോഡ് ചെയ്തോളാം. ഞങ്ങൾ കയറി മാർബിളൊക്കെ വലിച്ച് അടിച്ച് താഴേക്ക് ഇറക്കാനായിട്ട്, അങ്ങനെ പുറത്ത് ഇറക്കി വയ്ക്കാനായിട്ട് ഏതാനും പീസുകളൊക്കെ ഇറക്കി വന്നു. അപ്പോഴുണ്ട് ഇവർ കല്ലെറിയാനായിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തു. കല്ലെറിഞ്ഞു. 97 കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോൾ തന്നെ ആരോ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല, പോലീസ് വന്നു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഞങ്ങൾ അവരുമായിട്ട് ധാരണയിലായി. പറഞ്ഞ നിയമപ്രകാരം എത്രയാണ് കൊടുക്കേണ്ടത് അത് കൊടുത്ത് മുഴുവൻ മാർബിളും അവരെ കൊണ്ട് ഭംഗിയായിട്ട് അവിടെ ഇറക്കി വയ്ക്കാൻ സാഹചര്യം വന്നു.
പിന്നീട് ഓരോ ലോഡുകളും ഓരോ ഇതും അങ്ങോട്ട് ഇറക്കാനായിട്ട് വരുമ്പോൾ, മാർബിളല്ല മറ്റ് ഞങ്ങളുടെ റോ മെറ്റീരിയൽസൊക്കെ വരുമ്പോൾ ഒരു സമയത്ത് ഇവർ ആദ്യകാലങ്ങളിൽ വരുമായിരുന്നു. പക്ഷേ ചിലപ്പോഴെല്ലാം ചില സമയങ്ങളൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചു. നിങ്ങൾ അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾക്ക് സമയത്ത് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് അവർ ഒരുമിച്ചിരുത്തി ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ ദയവായിട്ട് ഇങ്ങോട്ട് ഇവിടെ ഇറക്കാനായിട്ട് വരേണ്ടതില്ല, നിങ്ങൾക്ക് വേറെ ജോലികളുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, സംസാരിച്ചു. അവരേറ്റവും സൗഹൃദപരമായി നമ്മളോട് പെരുമാറി. ഇപ്പോൾ സാറ് അവിടെ മൂവാറ്റുപുഴ വന്നു കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ ആളായിട്ട് അവിടെയുണ്ട്. അവർ ലോഡ് ഇറക്കാനായിട്ട് അവിടെ വരാറില്ല. പക്ഷേ എല്ലാ ഫെസ്റ്റിവൽ സമയത്തും അവരെ വിളിച്ചു വരുത്തും. അവർക്കൊരു എമൗണ്ട് കൊടുക്കും. അവർക്കെല്ലാവർക്കും അരിയും മറ്റ് സാമഗ്രികളെല്ലാം ഒരുമിച്ച് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. എല്ലാവരുമായിട്ടൊരു നല്ല അന്തരീക്ഷം ഒന്ന് ഉണ്ടാക്കിയെടുക്കാനിടയായി. ഇതിൽ ചിലർക്ക് അവരിൽ തന്നെ ചില രോഗികളായിട്ടുള്ളവർക്ക് സ്വന്തം പോലെ കണക്കാക്കുന്നവരിൽ ഏതാനും ചില രോഗികൾക്ക് എനിക്ക് 2-3 പേർക്ക് വലിയൊരു തുക കൊടുത്ത് അവരെ സഹായിച്ചതെല്ലാം അറിയാം. എല്ലാവരുമായിട്ടൊരു സൗഹൃദ അന്തരീക്ഷം കെട്ടിപ്പടുക്കാനായിട്ട് ഞങ്ങൾ എന്നും ഉത്സാഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നവും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. അന്നത്തെ ആ പ്രശ്നത്തെ തുടർന്ന് ഒന്നും പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് സത്യം. Young entrepreneurs, young people from Kerala who are thinking of starting a business. They must be finishing college or finishing school, who don't want to say go out and work a job. They're really interested in business. What would your advice be to them? How should they explore what to do? What should that mindset be? സാധാരണ ഇതിൽ എല്ലാവരുടെയും ചിന്ത ലോട്ടറി എടുക്കണമെന്നറിയാം. ഇന്നെടുത്ത് നാളെ ഒറ്റ ദിവസം കൊണ്ട് പണക്കാരാവണം. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാനായിട്ട് കുറുക്കുവഴികളൊന്നുമില്ല. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് കൂടിയേ കഴിയൂ. എന്നും അച്ചടക്കമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരിക്കണം നാം. ഒരച്ചടക്കമുള്ള ഒരു ജോലിക്കാരനായിരിക്കണം ഒരു വ്യവസായി. ഏത് വ്യവസായം തുടങ്ങുമ്പോഴും തുടങ്ങാനുള്ളവരോട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ ഒരു സന്ദേശമുണ്ട്. തുടങ്ങുമ്പോഴുള്ള ഉത്സാഹം എന്ന് ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നോ അന്ന് വരെ നമുക്കുണ്ടായിരിക്കണം. തുടങ്ങുമ്പോൾ വലിയ ഉത്സാഹമാണ്, എല്ലാം തുടങ്ങും, എവിടുന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് തുടങ്ങും. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് നാം അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. ആരെങ്കിലും ചെയ്യുന്ന കണ്ടുകൊണ്ട് അത് തന്നെ അനുകരിക്കരുത്. എന്ത് സാധ്യതകളുണ്ട്, എന്താണ് ഇവിടെ നാടിന് ആവശ്യമുള്ളത്, എന്താണ് ഇവിടെ ഇല്ലാത്തത്, അതെല്ലാം കണ്ടുപിടിച്ച് വ്യക്തമായൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ വ്യവസായം തുടങ്ങാൻ ആരംഭിക്കാവൂ. തുടങ്ങുമ്പോൾ ഉത്സാഹം അവസാനം വരെ വേണം. ഒരു വ്യവസായിയെ സംബന്ധിച്ച് അവൻ എന്നും അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹിസ് ലൈഫ്. എന്നെ സംബന്ധിച്ച് ഈ ഡെൻകെയർ ഈസ് മൈ ലൈഫ്. പക്ഷേ മറ്റ് എംപ്ലോയീസിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. പക്ഷേ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എന്നും ഒരു എംപ്ലോയി ആയിട്ട് തന്നെ നിലകൊള്ളണം. തന്നെയല്ല, എന്നും നല്ല കാലമാണെന്ന് ചിന്തിക്കരുത്. ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ബിസിനസ്സിൻ്റെ അടിത്തറ ഉറപ്പിക്കാതെ ഒരു കാരണവശാലും മറ്റ് കാര്യങ്ങളിലേക്ക് ഒരിക്കലും നാം പണം വിട്ടുപോയി ചെലവഴിക്കാനോ നമ്മുടെ ഫോക്കസ് മാറിപ്പോകാനോ ഒന്നും ഇടവരാതെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കെട്ടിപ്പടുത്ത് നല്ലതിലാക്കിയ ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാവൂ. ഇതെല്ലാം ഉണ്ടെങ്കിൽ ശരിക്കും ഏത് വ്യവസായവും വിജയിക്കുമെന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് തുടങ്ങാനുള്ളവരോട് തീർച്ചയായിട്ടും ഓടി വന്ന് തുടങ്ങുകയല്ല. തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിച്ചു സാറേ, ഉദാഹരണം പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചു, സ്കൂളിൽ ഡ്രൈവിംഗ് പഠിച്ചു. ഉടനെ തന്നെ ടാക്സി ആയിട്ട് മേടിച്ചുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ശരിയാവുമോ? കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി, ഏതാനും നാളൊന്ന് പഠിച്ച് ഒരു പക്വത വന്ന് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കിക്കണ്ട് മനസ്സിലാക്കി അതിന് ശേഷം തുടങ്ങിയാൽ തീർച്ചയായിട്ടും പലരോട് എക്സ്പീരിയൻസുള്ള ആളോട് ചോദിക്കുന്നു. എന്തൊക്കെ അപകടങ്ങൾ പറ്റിയ ആളുകളുണ്ട്, ബിസിനസ്സിൽ തോറ്റ ആളുകളുണ്ട്, എന്തുകൊണ്ടാണ് തോൽക്കാനിടയായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ തുടങ്ങാവുള്ളൂ എന്നും കൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം. One more point that I would like you to address is you started from a rural area, from a very impoverished, poor village. Then you set up your first unit in Muvatupula, which is also not exactly a big city, but now you are running a globally competitive business. So many people, or many Keralites, many Malayalis who come from a similar background,
One thing I find most fascinating about your story is that despite where you come from and your family background, you seem to have thought very big, dream big, that sort of thing. But I think even myself, though I may come from a much more privileged background than you, I would not at your age have imagined that, I can do so many big things or aim so high, that sort of thing. What would your advice be to entrepreneurs, young men, young women who come from, say, the more rural parts of the state, who may be thinking that, how can I achieve that level? Is it possible for me? I have so many disadvantages. I can't speak English. All these concerns may be there. What would you tell them? സാറേ, ഹൃദയത്തിൽ ഒരു സ്വപ്നം ലഭിക്കുക എന്നുള്ളൊരു പരമപ്രധാനമായ കാര്യമാണ്. എൻ്റെ പ്രിയങ്കരനായ APJ എനിക്ക് ഒരു മുൻ പ്രസിഡൻ്റ് അവാർഡ് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമാണ് ആ സുശ്രുത അവാർഡ് കിട്ടിയിട്ടുള്ളൂ. അവാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, എനിക്ക് അവാർഡ് തന്നിട്ട് അന്നും ഇന്നും എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ എഴുതി ഞാൻ എൻ്റെ ജീവിത അനുഭവം മുഴുവൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി 2 A4 സൈസ് പേപ്പറിൽ. അദ്ദേഹം എനിക്ക് അവാർഡ് തന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വിനയാന്വിതനായി എൻ്റെ മുഖത്തേക്ക് കണ്ണ് പറിക്കാതെ നോക്കിക്കൊണ്ടിരുന്നത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആ ചിത്രം ഞാൻ മരണം വരെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും. അദ്ദേഹം ഒരു കാര്യം എല്ലാവരോടുമായി പറഞ്ഞിട്ടുണ്ട്: നല്ല സ്വപ്നം കാണുന്നവരാണ് നാം ഓരോരുത്തരും, ആ സ്വപ്നം കാണുന്നവരാകണമെന്ന്. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡ്രീം ഈസ് നോട്ട് ദറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ച മനുഷ്യനായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഒരു പ്രാർത്ഥനായോഗത്തിന് പോയി. ഞാൻ സുവിശേഷ പ്രസംഗം കേട്ടു. എൻ്റെ ജീവിതം ക്രിസ്തുവിനായി വിട്ടുകൊടുത്തു. മനസ്സറിഞ്ഞ് ഒരിക്കലും ഒരു തെറ്റ് വരരുതെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഒരു സംശുദ്ധമായി ജീവിതം നയിക്കണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, വേറെ യാതൊരു അഴുക്ക് കാര്യങ്ങളിലേക്കും പോയിട്ടില്ല. എൻ്റെ ജീവിതം ആ സമയത്താണ് ആ മനസ്സിലേക്ക് ഈ ഡെൻ്റൽ ക്ലിനിക്കിൽ നിൽക്കുമ്പോഴാണ് ആ സ്വപ്നം ലഭിച്ചത്. ഏത് വിധേന ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണമെന്നുള്ള അടങ്ങാനാവാത്ത സ്വപ്നം. അപ്പോൾ എൻ്റെ രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കാൻ തുടങ്ങി, അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങി. ആ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ, അടങ്ങാനാവാത്ത ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ഏത് വിധേനയും എനിക്ക് ഉയർന്നേ പറ്റൂ, എനിക്ക് ശരിയായി നിന്നേ പറ്റൂ, ഞാൻ മൂലം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ, എൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ, അങ്ങനൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ നമുക്ക് വേറെ ഒരു അരുതാത്ത ഒരു കാര്യത്തിലേക്ക് പോകാൻ നമ്മുടെ മനസ്സ് ഒരിക്കലും ഒരുമ്പെടില്ല. നാം ആ ചെയ്യുന്ന കാര്യത്തിനകത്ത്, തുടങ്ങുന്ന കാര്യത്തിനകത്ത് എപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഹൃദയവും എല്ലാം ഏകാഗ്രമായി ഇരിക്കും. അങ്ങനെ വരുമ്പോൾ ഏത് ബിസിനസ്സും സക്സസ്സിലേക്ക് പോകും. What would you tell a person from a similar background like yours who will only see difficulties, obstacles, insecurities when they look into the future, who want to achieve big but would have a lot of hesitation? So what would you tell them? How should they approach the world? സാറേ, സാഹചര്യം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. മഴ എനിക്കും പെയ്യുന്നത് ഒരുപോലെ, അവർക്കും പെയ്യുന്നത് ഒരുപോലെയാണ്. ഞാൻ ഏറ്റവും ഒരു താണ നിലവാരത്തിൽ നിന്ന് വന്നയാളാണ്. ഈ സാഹചര്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുകയായിരുന്നെങ്കിൽ എനിക്കും അങ്ങനെ സാഹചര്യത്തെ കുറ്റം പറയാൻ പറ്റില്ലായിരുന്നോ? കേവലം 250 രൂപ ശമ്പളം കൊണ്ട് അന്ന് ഇതെന്തുണ്ടെന്ന് ചിന്തിച്ച് സാധാരണ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വേറെ പ്രത്യേകിച്ച് സ്വപ്നമൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താകുമായിരുന്നു? നമ്മുടെ അകത്തുനിന്ന് വരേണ്ടതാണ് ഇതെല്ലാം. സാഹചര്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കാനാണെങ്കിൽ എല്ലാവർക്കും കുറ്റം പറഞ്ഞ് ജീവിക്കാം. പക്ഷേ സാഹചര്യമല്ല ഒരു മനുഷ്യനെയും നല്ലതാക്കുന്നതോ ചീത്തയാക്കുന്നതോ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അടങ്ങാനാവാത്ത ആഗ്രഹം, ആ സ്വപ്നം, അതുണ്ടെങ്കിൽ ഏതാൾക്കും പിടിച്ച് കയറി പോകാമെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ഞാൻ അനേകരെ അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുമുണ്ട്. ഞങ്ങളുടെ എംപ്ലോയീസ്, സാറ് കേട്ടാൽ അത്ഭുതപ്പെടും, കേവലം +2 കഴിഞ്ഞ ആളുകൾ ഇന്ന് 1.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നു, അവിടെ ചെയ്തു, അവരുടെ എക്സ്പീരിയൻസ്, അവർ കയറി വരുന്നു. അവരെല്ലാം ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല മിടുമിടുക്കരായ ഒരാളുടെ പേര് ഞാൻ പറയാം. ഒരു മിസ്റ്റർ സുനിലുണ്ട്. ഡെൻകെയറിൽ വന്നിട്ട് 36 വർഷത്തോളമായി. അദ്ദേഹം
ഏഷ്യയിൽ തന്നെ ഏറ്റവും നല്ല കാർവിംഗ് ടെക്നീഷ്യനാണ്. അതിനുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം നിരാശപ്പെട്ടിരുന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഉയരാൻ കഴിയുമായിരുന്നോ? കേവലം 10ാം ക്ലാസ് കഴിഞ്ഞ് +2 മാത്രമേ അദ്ദേഹം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ്, അങ്ങനെ എത്രയോ പേര് എന്തുമാത്രം ഉയർന്നു വരുന്ന ആളുകൾ, സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ തുറന്ന് പഠിക്കാൻ മാർഗ്ഗമില്ലാത്ത വ്യക്തികളുണ്ട്. പക്ഷേ ഏത് വിധേന എനിക്ക് ഉയരണം, എനിക്ക് വളരണം, എനിക്കൊരു തെറ്റുകൂടാതെ നിൽക്കണം, എൻ്റെ കുടുംബത്തിന് എനിക്ക് സഹായമാകണം, എൻ്റെ മാതാപിതാക്കളെ സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹമല്ലേ ഇതെല്ലാം ഉള്ളിൽ നിന്ന് വരേണ്ടതാണല്ലോ. അങ്ങനെ വന്നാൽ ഏത് വ്യക്തിക്കും വളരാൻ കഴിയുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരുടെ, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. One thing that I can understand based on your own experience is that for a business to succeed in Kerala, every state will have certain advantages, certain disadvantages. But for a business to succeed in Kerala, it has to be highly technology focused, very less polluting, and hence not creating any, no noise pollution, no air pollution, no water pollution preferably, because of the way that society here is organized. And it should ideally have an R&D, research and development focus. In order to create more businesses like these, what can society do? What does governments need to do? What do policymakers, leaders need to do? So we can help create more people, more businesses like Dent Care. Because in your case, it has you have succeeded despite all these difficulties. But let us say that we want to make it easier for the next John Kuriakose. What can സമൂഹം എന്താ ചെയ്യണം, സർക്കാർ എന്താ ചെയ്യണം? നമുക്ക് ഓരോ സെക്ടറായിട്ട് നോക്കാം. സർക്കാർ എന്താ ചെയ്യണം, സമൂഹം എന്താ ചെയ്യണം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താ ചെയ്യണം? നിങ്ങൾ പോലെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയുടെ ജീവിതം കുറച്ച് ഈസി ആക്കാൻ, എത്ര പെട്ടെന്ന് ഒരു സക്സസ്സിലേക്ക് എത്താൻ എല്ലാവരുടെ റോൾ എന്തായിരിക്കണം? ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസം നമ്മൾ കുറച്ചുകൂടെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നാം ഒന്ന് മാറിയാൽ നല്ലതാണ്. വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ബാലവേല എന്നും പറഞ്ഞ് 18 വയസ്സിന് മുമ്പ് ആരെങ്കിലും ജോലി ചെയ്യാൻ പോയാൽ അത് ഉടനെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. എന്നാൽ ഞങ്ങളുടെ UK സ്ഥാപനത്തിൽ കേവലം 14 വയസ്സുള്ള കുഞ്ഞ്, 14-15 വയസ്സുള്ള കുട്ടി, അവിടെ അവൻ ഒരു നിശ്ചിത സമയം വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈമായിട്ട്. UK ജസ്റ്റ് പാർട്ട് ടൈമായിട്ട്. അപ്പം നമ്മുടെ നാട്ടിൽ അതിനൊരു സംവിധാനം ചെയ്താൽ നല്ലതാണ്. ആളുകൾക്ക് ആ പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കും. കുഞ്ഞുങ്ങൾക്ക് തന്നെ തുടക്കത്തിൽ തന്നെ അവർക്ക് സമ്പാദിക്കണം, അല്പം ഞാൻ കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, ഓരോ പൈസയുടെ മൂല്യം അവർക്ക് അറിയാൻ കഴിയും. മാത്രമല്ല, അങ്ങനെ വളർന്നു വരുന്നൊരു തലമുറയ്ക്ക് അങ്ങനെ എല്ലാം ഒരു പുതിയ പുതിയ ആശയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം വരാൻ മുഖാന്തരമാകും. വെറും പുസ്തക പുഴുക്കളായിട്ട് മനുഷ്യരുണ്ടാക്കി എല്ലാം ഡിഗ്രിയും പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എത്രമാത്രം ഹൈലി ക്വാളിഫൈഡുള്ള ആളുകൾ വന്ന് ജോലി ചോദിക്കുന്നുണ്ട്. അവർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അവരുടെ എഡ്യൂക്കേഷൻ കൂടിപ്പോയി. പലരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് നമുക്ക് ഈ ജോലി ചെയ്യാൻ അവരുടെ മനസ്സ് ചിലപ്പോൾ ഒരുപക്ഷെ അനുവദിക്കില്ല. ഈ തൊഴിലധിഷ്ഠിതമായ ഒരു എഡ്യൂക്കേഷണൽ സംവിധാനം, ഒരു വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവരുവാണെങ്കിൽ അനേകർക്ക് ജോലി ലഭിക്കാൻ അതൊരു മുഖാന്തരമാകും. ഇതാണ് എൻ്റെ അഭിപ്രായം. സമൂഹം നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. നമ്മൾ അടച്ചെല്ലാവരും കൊള്ളില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ ചിലർ, ഇപ്പം നമ്മളൊരു വ്യവസായം തുടങ്ങി വരുന്നു, ഒരു വലിയ ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരുടെ മനസ്സിൽ തോന്നുവാണ് ഇവിടുന്ന് മുഴുവൻ വിഷമാണ് അടുത്തുള്ള പുഴയിലേക്ക് ഒഴുക്കി വിടുന്നുള്ളൂ. അതങ്ങ് ആരെങ്കിലും അങ്ങ് പറയും. പിന്നെ അത് പിടിച്ച് ഏത് വിധേനയും അതിനെ ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ ഒരു ന്യൂനപക്ഷം ആളുകളുണ്ട്. അതിനെ അതിജീവിക്കാൻ ഇപ്പോൾ ഈ കുടുംബ യൂണിറ്റുകൾ പോലത്തെ, അഥവാ ഈ റെസിഡൻസ് അസോസിയേഷൻ പോലത്തെ ആളുകൾ, അതിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി. എവിടെയും കയറി പരിശോധിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ശരിയാണോ ഈ പറയുന്നുള്ള സത്യം മനസ്സിലാക്കി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ചില സ്ഥലങ്ങളിലെല്ലാം ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു പ്രശ്നത്തെ നേരിട്ടുള്ള വ്യക്തിയാണ്. ഒരിക്കൽ ആരോ പറഞ്ഞു, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാരണം അത് പറയേണ്ട ആവശ്യമില്ലല്ലോ,
പെട്ടെന്നൊരു ദിവസം കയറി വന്നിട്ട് പറഞ്ഞു ഡെൻകെയർ മുഴുവൻ ഇങ്ങനെ വേസ്റ്റ് തോട്ടിലേക്ക് ഒഴുക്കി വിടുകയാണ്. ഞാൻ ആശ്ചര്യത്തോടെ ഓർക്കുകയാണ്. ഒരിക്കലും ഡെൻകെയർ അങ്ങനെ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ചെയ്യുകയുമില്ല. ഉടനെ അതിന് കൂടാനായിട്ട് കുറേ അധികം ആളുകളുണ്ടായി. മീഡിയ അവിടെ വന്നു. ഞാൻ ഈ വെള്ളമെടുത്ത് വായിലിങ്ങനെ ഒഴിച്ച് ഈ വായിലൊഴിക്കാം, ഇത് ഒരിക്കലും ഒരു കുഴപ്പമുള്ള വെള്ളമല്ല എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ ചുരുക്കം ചിലർ എതിർക്കാനായിട്ട് വന്നു. വ്യവസായം അവർക്ക് വേറെ ചില ഗൂഢലക്ഷ്യങ്ങളുള്ളതുകൊണ്ടാണ്. പക്ഷേ ഞാൻ തളർന്നില്ല. മാത്രമല്ല, ഞാൻ അന്നൊരു പ്രഖ്യാപനം നടത്തി. നിങ്ങൾക്ക് ഈ ഏത് പൗരപ്രമുഖന്മാർക്കും, ഏത് റെസിഡൻഷ്യൽ അസോസിയേഷനും, ഗവൺമെൻറ് അധികാരികൾക്കും, ആർക്ക് വേണേലും 24 hours ഡെൻകെയർ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം. എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടുപിടിച്ചാൽ എന്ത് വേണമെങ്കിലും തിരുത്താൻ ഞങ്ങൾ. ഏതാനും ദിവസം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് അവരിൽ കുറേ അധികം പേര് വന്നു. പ്രശ്നമുണ്ടാക്കിയ ആളുകൾ തന്നെ അവരുടെ കണ്ണ് നിറഞ്ഞ് അയ്യോ തെറ്റ് പറ്റിപ്പോയി എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അവർ നിൽക്കുന്ന അവരുടെ മുഖഭാവം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ സത്യസന്ധമായൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും ഉണ്ടാകരുത്. സത്യം എന്താണെന്ന് അറിയാതെ അത് ഏത് വിധേനയും വ്യവസായം വരുമ്പോൾ, ഒരു ബിൽഡിംഗ് വരുമ്പോൾ, എന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോൾ അതിനകത്ത് എന്താണെന്നുള്ള വാസ്തവം എന്നറിയാനുള്ള ഒരു ചിന്ത, ഒരാഗ്രഹം, അത് പരിശോധിക്കാനുള്ളൊരു സംവിധാനം, പൗരപ്രമുഖർക്കും കൂടി വന്ന് പരിശോധിക്കാനൊരു സംവിധാനം ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സമൂഹത്തിൻ്റെ ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് വ്യവസായത്തെ സംരക്ഷിക്കാനൊരു മാർഗമാണ്. അങ്ങനെ വരുമ്പോൾ ആ വ്യവസായിയുടെ മനോവീര്യം കാത്തു സൂക്ഷിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അത് വ്യവസായത്തെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നതിന് അതിന് ഉപയുക്തമാകും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്നും ഏത് വിധേനയും വ്യവസായം വളർന്നാലല്ലേ ഇവിടെ നമ്മുടെ നാട് വളരുകയുള്ളൂ. വ്യവസായം ഉണ്ടായാൽ ടാക്സ് റവന്യൂ കിട്ടും. ടാക്സ് റവന്യൂ കിട്ടിയാൽ മാത്രമേ സർക്കാർ ജീവനക്കാർക്ക് സാലറി കൊടുക്കാൻ സാധിക്കും, പെൻഷൻ കൊടുക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ഈക്വേഷൻ ആണ്. ഡെവലപ്മെന്റ്സും നടക്കാം. സർക്കാരിൻ്റെ സ്ഥാനത്ത് പറയുമ്പോൾ ഏത് സർക്കാരാണെങ്കിലും ഒരിക്കലും ഭരണപക്ഷം എത്തിയിരിക്കുന്ന സർക്കാർ നല്ല നല്ല പ്രോജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷത്തുള്ളവരും ഒരു മനസ്സായി നിന്നുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ അന്ധമായിട്ട് എതിർക്കാതെ, ഞങ്ങളുടെ നാട്ടിൽ എന്ത് കാര്യവും നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയാനുള്ള ആ ഒരു മനസ്സ് വന്നാൽ അതാണ് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഏത് കാര്യം നല്ലത് വന്നാലും ഒരു ഗവൺമെൻറ് നല്ലത് കൊണ്ടുവരുന്നു, ഉടനെ അതിനെ അന്ധമായിട്ട് എതിർക്കുന്നു. അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അതേ പദ്ധതി തന്നെ വീണ്ടും കൊണ്ടുവരുമ്പോൾ അത് നല്ലതാണെന്ന് ആ ഗവൺമെൻറ് പറയുമ്പോൾ അടുത്ത പ്രതിപക്ഷത്തിരിക്കുന്നവർ എതിർക്കുന്നു. ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു വലിയ പ്രവണതയാണ്. സർക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങളാക്കുന്ന ഒരു സംവിധാനമാണല്ലോ സർക്കാർ. സർക്കാരിന് പ്രവർത്തിക്കാനായിട്ട് സുഗമമായൊരു വഴി ഒരുക്കണം. ശരിയാണ്, പല രീതിയിലും അങ്ങനെ ആരും പ്രതിപക്ഷത്തൊന്നും മിണ്ടാതിരുന്നാൽ പല പല കുഴപ്പങ്ങൾ വരുമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ എന്താണ് ശരിയായിട്ട് ചെയ്യാൻ കഴിയുന്നത്? എല്ലാം ശരിയാക്കി കൊടുക്കാനും എല്ലാം അന്തരീക്ഷം ഉണ്ടാക്കാനും എല്ലാ ബിസിനസ്സും തുടങ്ങി കൊടുക്കാനും സർക്കാരിന് കഴിയില്ലല്ലോ. പക്ഷേ ചെയ്യാവുന്ന കാര്യം ഒരുമിച്ച് നിന്നുകൊണ്ട്, സമൂഹമായി നിന്നുകൊണ്ട് ഏത് വിധേനയും നമ്മുടെ നാട്ടിൽ ഇന്നുള്ള ആ ചീത്തപ്പേര്, കേരളം കൊള്ളില്ല എന്ന് പറയുന്ന ആ പേര് മാറ്റിയെടുക്കാൻ എല്ലാ ഭാഗത്തു നിന്നും ഉത്സാഹിക്കേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നിൽക്കേണ്ടതാണ്. വേറെ നല്ല നല്ല റോഡുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ജനറലി നല്ല വ്യവസായ പാർക്കുകൾ വരുന്നത് നല്ലതാണ്. ഏതാനും ചില പാർക്കുകളുണ്ടല്ലോ ഇപ്പോൾ തന്നെ. അത് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാനും അതിനുവേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. മറ്റ് സംസ്ഥാനത്തിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഡീസെൻട്രലൈസ്ഡ് ഗവർണൻസ് നടത്തിയ ഒരു സംസ്ഥാനം കേരളമാണ്. ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ കുറേ പെർമിറ്റ്സ്, ലൈസൻസസ്, ബിൽഡിംഗ് പെർമിറ്റ് തൊട്ട് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് തൊട്ട് കുറേ ലൈസൻസസ്, പെർമിഷൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇഷ്യൂ ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ലീഡർഷിപ്പ് അവർ
വ്യവസായികളും ഈ വ്യവസായ മേഖലയെ എങ്ങനെ കാണണം, അവരുടെ അപ്രോച്ച് എന്തായിരിക്കണം, അവർക്ക് ഏതെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യണം ഈ സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കാൻ, ഓർ ജനറൽ അഡ്വൈസ് എക്സ്പീരിയൻസ് ഏതാവത് ആ സെക്ടർ തദ്ദേശ സ്വയംഭരണ ലെവലിൻ്റെ കാര്യത്തിൽ ഏതാவது പറയാനുണ്ടോ? തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ആ മാറാടി ഗ്രാമപഞ്ചായത്ത് അവരെല്ലാം വളരെ ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഗ്രാമപഞ്ചായത്തിലെ മെമ്പേഴ്സും ഇപ്പോഴുള്ളവരും ശരിക്കും അവിടെ ഒരു വ്യവസായം വരുന്നതിന് ഒരു തടസ്സവും വരുത്തിയതായിട്ട് എനിക്ക് എൻ്റെ അറിവിലില്ല. അവരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നു. ഇൻക്ലൂഡിങ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി പോലും നല്ല കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുള്ളൂ. അന്ധമായിട്ട് എതിർക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ നാട് വളരുവാണല്ലോ, അവരെന്നും വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു ചെറിയ വ്യവസായമാണ് തുടങ്ങുന്നതെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് എല്ലാവരുടെ ഭാഗത്തുനിന്നും വന്നാലേ പറ്റുള്ളൂ. എല്ലാം ഒരു എന്നും ദോഷൈക ദൃക്കുകളായിട്ട് നോക്കിക്കാണുന്ന ചിലരുണ്ട്. എന്നാൽ ശരിയായ കാഴ്ചപ്പാടോടെ ഏത് വിധേനയും നമുക്ക് ഈ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിലും അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് തിരുത്തിക്കാനും ഏത് രീതിയിലും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളെ കൂടെ നിർത്തുവാനും ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും ലോക്കൽ ബോഡീസ് അവർ തീർച്ചയായിട്ടും ഉത്സാഹിക്കേണ്ടതാണ്. അങ്ങനെ ഉത്സാഹിച്ചാലല്ലേ ആ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ വന്നാലല്ലേ വ്യവസായം വളരുകയുള്ളൂ. അങ്ങനെ വന്നാലല്ലേ കേരളം വളരുകയുള്ളൂ. ആ ഒരു ചിന്താഗതി തന്നെ അവരും വെച്ച് പുലർത്തേണ്ടതാണ്. സോ ഇപ്പോൾ ഡെൻറ്റൽ ടെക്നോളജി ഒരു അഡ്വാൻസ് സ്റ്റേജിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഫ്യൂച്ചർ ചാലഞ്ചസ് എന്താണ്? ഏത് സെക്ടറാണ് ഈ ഫീൽഡിൽ? വാട്ട് എക്സൈറ്റ്സ് യു മോർ ദാറ്റ് ഓക്കെ ഈ ഫീൽഡിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇനി ഇതും കൂടി ചെയ്യാം? വാട്ട് ഈസ് ദി എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് യുവർ ജോബ് അറ്റ് ദിസ് ഏജ് 40 years and 2? സാറേ, ഞങ്ങൾ തുടങ്ങുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഇംപ്രഷനൊക്കെ എടുക്കുന്ന അളവൊക്കെ എടുക്കുന്ന കൈകൊണ്ട് മാത്രം എടുത്തിരുന്നു നമ്മൾ. എന്നാൽ ഇന്ന് കാലം മുഴുവൻ മാറി ഡിജിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞു എല്ലാം. ഇനി കുറച്ചുകൂടെ കൂടെ മുമ്പോട്ട് പോകുമ്പോഴും എഐയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നിട്ട് ഞങ്ങളുടെ ചില പ്രോഡക്ട്സുകൾ എല്ലാം AI ക്രൗൺസ് എന്ന് പറഞ്ഞ് അങ്ങനെയെല്ലാം ഞങ്ങൾക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളായിക്കഴിഞ്ഞു. എല്ലാം ആ ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി വളർന്നാലും എന്തെല്ലാം സംവിധാനങ്ങളുണ്ടായാലും ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഡെൻറ്റിസ്ട്രി വളരാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. ഇനിയും ഡെൻ്റൽ ലാബുകൾ വരാനുള്ള അവസരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഇവിടെ കേരളത്തിൽ അഥവാ ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഒരു പല്ല് വയ്ക്കുന്നതിന് സാധാരണഗതിയിൽ ഒരു 10,000 രൂപയാണ് ചിലവ് വരുന്നതെങ്കിൽ അത് UAE ചെല്ലുമ്പോൾ അത് 40,000 രൂപയായിട്ട് കൂടും. അതേ ക്രൗൺ UK വയ്ക്കുകയാണെങ്കിൽ അത് 75,000 മാറും. അതേ ക്രൗൺ ഓസ്ട്രേലിയയിലാണെങ്കിൽ അത് 1,25,000 മാറും. അമേരിക്കയിലാണെങ്കിലും ഏകദേശം 75,000-80,000 മാറും. ഇവിടെ 10,000 രൂപയ്ക്ക് ഒരു പേഷ്യൻറ്റിന് ഒരു ക്രൗൺ വെച്ച് കൊടുക്കാമെങ്കിൽ അവരവിടെ 1.25 ലക്ഷം രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ലോകത്തിലുള്ള മുഴുവൻ ആളുകളും കേരളത്തിലേക്ക് പല്ല് വയ്ക്കാൻ വരാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കാൻ കഴിയും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലേക്ക്. അതിന് നമ്മുടെ ചിന്താഗതി ഒന്ന് മാറണം ചിലരുടെ. ഇന്നത്തെ രീതി പറഞ്ഞാൽ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഡെൻറ്റിസ്റ്റിന് ചിലർക്കൊക്കെ വിഷമം തോന്നിയേക്കാം. അതായത് എവിടുന്നാണ് പേഷ്യൻ്റ് വരുന്നതെങ്കിലും ദൈവവിചാരമുള്ളവരാണെങ്കിൽ മനസാക്ഷി കുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ലെങ്കിൽ, ഫോറിനിൽ നിന്ന് പേഷ്യൻ്റ് വന്നാൽ, വിദേശത്തു നിന്ന് പേഷ്യൻ്റ് വന്നാൽ നമ്മുടെ നാടിനാണ് ഗുണം, നമ്മുടെ രാജ്യത്തിനാണ് ഗുണം എന്ന് ചിന്തിക്കുമെങ്കിൽ 10,000 രൂപയുടെ ഗൗൺ 20,000 മേടിക്കട്ടെ, 1 ലക്ഷം മേടിക്കും. അതിന് UK എന്ന് വരുന്ന പേഷ്യൻറ്റിനോട് 10,000 വരെ, ഇന്ത്യയിൽ 10,000 ക്രൗൺ 20,000 കൊടുത്താൽ പോരെ. പക്ഷേ ചിലരെല്ലാം അത് 1 ലക്ഷം ചാർജ് ചെയ്യുന്നു. എന്നിട്ടോ അതിന് ക്വാളിറ്റിയോട് കൊടുക്കാൻ ചിലർ, വളരെ ചിലർ, ചുരുക്കം ചിലർ, അവർ ആ ചെയ്തു കൊടുക്കുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാതിരിക്കുമ്പോൾ, അതിനകത്ത് ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, ക്വാളിറ്റി പ്രോഡക്റ്റ്സ് കൊടുക്കാതെ വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ ശരിക്കും ആളുകൾ ധാരാളം വരുന്നതിൽ നിന്ന് തടയുന്നു. ധാരാളം ആളുകൾ വന്നാൽ ഇവിടെ ഡെൻ്റൽ ടൂറിസം, ഡെൻറ്റിസ്റ്റിന് പ്രയോജനം, മെഡിക്കൽ ടൂറിസം, എന്തെല്ലാം സാധ്യതകളുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തം കാഴ്ചപ്പാടൊന്ന് മാറിയാൽ
ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ മുഴുവനും അഥവാ ഇന്ത്യയിൽ മുഴുവനും എത്രമാത്രം ഡെൻ്റൽ ലാബ് വന്നാലും എത്ര ഡെൻറ്റിസ്റ്റ് വന്നാലും ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്ക് ഇവിടെ വന്ന് എവിടെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UK യിലും USA യിലും ജപ്പാനിലും കൊടുക്കുന്ന അതേ ക്വാളിറ്റിയോട് നമുക്ക് പല്ലുണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഒന്ന് ആ ഒരു കാഴ്ചപ്പാടൊന്ന് മാറി ഒരു നിശ്ചിത എമൗണ്ടേ ഒരു ഡെൻറ്റിസ്റ്റിനെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കൃത്യമായൊരു ഒരു കാര്യം അതിനകത്ത് വന്നാൽ ധാരാളം പേഷ്യൻസ് ഇവിടെ വരും. അതിനുള്ള പോസിബിലിറ്റീസ് എല്ലാം ഉണ്ട്. എത്ര കാലം കഴിഞ്ഞാലും ഡെൻറ്റിസ്ട്രി ഇവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. Because requirement is not going to change. It will always be there. As long as there are human beings, there will always be. സാറേ, ഞാൻ ഡെൻകെയർ തുടങ്ങിയ കാലത്ത് ചിലർ പറഞ്ഞു, എന്നോട് ചിലർ പറഞ്ഞു, ചില ഡെൻറ്റിസ്റ്റ് പറഞ്ഞു, ചിലരില്ല ഒരു ഡെൻറ്റിസ്റ്റ് പറഞ്ഞു, അപ്പൻ്റെ മാതിരി തന്നെ മോനും ചെറിയ പ്രോബ്ലം ഉണ്ടെന്നാണ് തോന്നണം ഇത് തുടങ്ങാൻ പോയപ്പോൾ. 7,90,000 രൂപ കാസ്റ്റ് മെഷീൻ കൊണ്ടുവന്നപ്പോൾ അന്നാണ് പറഞ്ഞത് അപ്പൻ്റെ മാതിരി തന്നെ മോനും ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന്. മനസ്സിലായല്ലോ? എന്നാൽ എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു അനന്തവിദൂരമായ സാധ്യതകൾ. സാറിൻ്റെ മുഖത്തിലും 32 പല്ലുണ്ട്. ഇന്ത്യയിൽ ഇന്ന് 140 കോടി ജനങ്ങളുണ്ട്. 140 × 32 എന്നടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രമുണ്ട്. അപ്പോൾ ധാരാളം സാധ്യതകളുള്ളൊരു ഫീൽഡായിരുന്നു ഞാൻ തിരഞ്ഞെടുത്തത്. ഞാൻ വളരെ ഫോക്കസ്ഡായിട്ട് കൃത്യമായിട്ട് കാൽക്കുലേറ്റഡ് റിസ്ക്കാണ് എടുത്തത്. റിസ്ക് ആണെന്ന് കരുതിയെങ്കിലും അത് എടുക്കാനെന്ന് എനിക്ക് ദൈവം ധൈര്യം തന്നു പറയുമായിരിക്കും നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും അവസരങ്ങൾ ധാരാളമുണ്ട്. നാമാണ് ചിന്തിക്കേണ്ടത് ഉയരണോ വളരണോ എന്ന്. There is a lot of discussion today on the question of technology, AI, etc. Right? Now, you should be able to answer this question, which is, you started off with basic technology, one big machine, other smaller machines, etc. Over a period of time, a lot of work that was being done by human beings is now being done by machines. I'm sure that in the early 90s, you could not have imagined that a 3D printed tooth will be available. Right? When people see this level of growth of technology, one major concern is it will lose jobs. Jobs will go. Artificial intelligence has come, and in that context also we continuously talk about the loss of jobs. Now, you have seen this growth over 40 years where technology has improved in a big way. It is doing things that human beings used to do in the past. How has that affected the job market in your sector? And does it affect, but your business is only growing despite having 3D printers and other things. So explain that. How does this relationship between advancing technology, human employment, how does that relationship work? ഞങ്ങളെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപയുടെ മിഷനറി എല്ലാം ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ച് ഞാൻ എല്ലാ ദിവസവും ബ്രഷ് ഉപയോഗിച്ച് സെറാമിക് വെനീർ, സെറാമിക് ക്രൗൺസ് എല്ലാം ഉണ്ടാക്കുന്നയാളാണ്. ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് AI വന്നാലും അതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. കൈകൊണ്ട് നാം ഫ്രെയിമും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു. പോസ്റ്റീരിയർ ടൂത്ത്, പുറകിലുള്ള പല്ലുകൾക്ക് AI ഉപയോഗിച്ചെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം. പക്ഷേ ഈ ഫ്രണ്ടിലത്തെ പല്ലുകൾ, കാഴ്ചയുടെ ഭംഗി, എസ്തെറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആ പല്ലുകൾ, അത് നമ്മൾ ബ്രഷും സെറാമിക് പൗഡറും എല്ലാം ഉപയോഗിച്ചാണ്. എന്തെല്ലാം ടെക്നോളജി വന്നാലും ഏതാനും വർഷത്തേക്ക്, എന്നായാലും ഒരു അടുത്ത 10 വർഷത്തേക്കെങ്കിലും എന്ത് ടെക്നോളജി എങ്ങനെയൊക്കെ വന്നു പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ ഡെൻ്റൽ ടെക്നീഷ്യൻസിന് ഒരിക്കലും ജോലി കുറവ് അങ്ങനെ വരുമെന്നുള്ള ചിന്തയില്ല. ഏതെല്ലാം പുതിയ ടെക്നോളജി വരുമ്പോഴും നമ്മൾ എല്ലാം കൊണ്ടുവരുന്നു. പക്ഷേ എങ്കിലും ടെക്നീഷ്യൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഡെഞ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ അന്ന് പറഞ്ഞില്ലേ, ആദ്യം സാറിനോട് പറഞ്ഞില്ലേ ഡെഞ്ചർ എടുത്ത് കഴുകുന്ന പല്ലിനെക്കുറിച്ച്. ഇന്ന് അത് പ്രിൻറ്റിങ് ടെക്നോളജി വന്നിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്ത് ചെയ്യാം. പക്ഷേ അതൊന്നും അത്ര ശാശ്വതമല്ല. പക്ഷെ ശരിയായിട്ട് ഞങ്ങൾ ആ നാച്ചുറലി ചെയ്തു വരുന്ന അതിൻ്റെ ആ ഭംഗി ഒരിക്കലും നമ്മൾ ചെയ്തു വരുന്ന ആ മെഷീൻ AI വെച്ച് ചെയ്തു വരുന്നതിന് ഞാൻ കണ്ടിട്ടില്ല. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഞങ്ങളുടെ ഫീൽഡിൽ ഒരിക്കലും ടെക്നീഷ്യൻസിന് ഒരിക്കലും ജോലി ഇല്ലാതെ വരുന്ന ഒരു സാധ്യതയും
ഞാൻ കാണുന്നില്ല. 40 വർഷമായിട്ട് കണ്ടിട്ടുമില്ല. എന്നും ആളുകൾ. So technology is improving, business is also improving, employment is also improving. These things are moving together. മാത്രമല്ല, ഇന്നും എത്ര % ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്? ശരിക്കും ഒരു 40% ആളുകളെ ഇന്നും ഈ ഡെൻറ്റിസ്ട്രിയിൽ ഇത്രമാത്രം സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേവലം 2 പ്രോഡക്റ്റ് വെച്ച് തുടങ്ങി, എന്നാൽ ഇന്ന് 450ഓളം പ്രോഡക്റ്റ്സ് ഉണ്ട്. എത്ര % ആളുകൾ ബോധവാന്മാരാണ് ഈ കാര്യങ്ങളെക്കുറിച്ച്? അവയർനെസ് എത്ര പേർക്കുണ്ട്? ഇപ്പോൾ മുമ്പിലത്തെ പല്ല് ഏത് രീതിയിലും കളർ മാറ്റാം. വെനീർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഏറ്റവും 0.3 to 0.5 മില്ലിമീറ്റർ തിക്നെസ്സിൽ നമുക്ക് ചെയ്യാൻ കഴിയും. 0.3 to 0.5. അത്ര ഡ്യൂറബിൾ ആയിരിക്കും. അത് അത്രമാത്രം തിന്നായിട്ട്, ഏറ്റവും തിന്നായിട്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, ഒരു കാലത്ത് പൊങ്ങിയ പല്ലുകൾ കമ്പി കെട്ടി മാത്രമേ താത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഈ ബ്രാക്കറ്റും ഇതെല്ലാം വെച്ച് ഇങ്ങനെ കമ്പിയൊക്കെ പുറമേ കാണുമായിരുന്നു. ഇന്നത് ഡെൻകെയർ അലൈൻമെൻറ്റ് ചെയ്യുന്ന സംവിധാനം, ഒരു ട്രാൻസ്പെറൻ്റായിട്ട് തെർമോപ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് അതെല്ലാം ടെക്നോളജിയുടെ സഹായത്താൽ എല്ലാം ചെയ്യാനുള്ള സംവിധാനങ്ങളായി കഴിഞ്ഞു. എന്തുമാത്രം ഡെവലപ്മെൻറ്റ്സാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഡെൻ്റൽ ഇംപ്ലാൻറ്റ്സ്. പണ്ട് കാലത്ത് പല്ല് പോയി കഴിഞ്ഞാൽ എടുത്തു കഴിയുന്ന പല്ല് മാത്രമേ വയ്ക്കാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മുകളിലും താഴെയും 4 ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ, മുകളിൽ 4 ഇംപ്ലാന്റ്, താഴെ 4 ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചറിയാത്ത രീതിയിൽ ഫുൾ ഡെഞ്ചർ പോലും ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ എന്തുമാത്രം ടെക്നോളജിയാണ് വളർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവസരങ്ങൾ ആളുകൾക്ക് ബോധവൽക്കരണം നടത്തിയാൽ എത്ര വർഷം കഴിഞ്ഞാലും കൂടുതൽ ആളുകൾ അവയർനെസ് വരുംതോറും കൂടുതൽ അവസരങ്ങളുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും മനുഷ്യനുള്ളിടത്തോളം കാലം, മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവസരങ്ങൾ ധാരാളമുണ്ട്. ഇനിയും ഡെൻ്റൽ ലാബുകൾക്ക് അവസരം ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ഉണ്ട്. What would you say are 2 or 3 signal moments where, say, certain very crucial decisions were made? One is obviously, I would say, when you were standing next to the patient and you were thinking that I should start something. Like that, during the course of this period, what are 2 or 3 very crucial moments where you feel that you took the right decision and somehow that was very decisive in your long-term success? ഞാൻ ഈ ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി വന്നപ്പോൾ, അന്ന് ആദ്യമായി വന്ന സമയത്ത് ഞാൻ ഇൻ്റർനാഷണൽ ഡെൻ്റൽ ഷോയിൽ അവിടെ പോയി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ളതൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ നോക്കിക്കണ്ടത്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ആ ഡെൻ്റൽ കോൺഫറൻസിൽ ലേസർ സെൻറ്ററിങ് ടെക്നോളജി കണ്ടു. 20 മൈക്രോൺസ് കൊബാൾട്ട് ക്രോം പൗഡർ വെച്ച് ഒരു ലെയർ ബൈ ലെയറായിട്ടിട്ട് അത് സിൻഡർ ചെയ്ത് ചെയ്യുന്ന ഒരു സംവിധാനം. മെറ്റൽ ക്രോബ പൗഡർ കൊണ്ട് ചെയ്യുന്ന സംവിധാനം. അത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. 5 കോടി രൂപയോളം വിലയുള്ള മെഷീനായിരുന്നു. അതുകൂടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. അത് ആദ്യമായി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഈവൻ ഒരു ജർമ്മൻ ടെക്നീഷ്യൻ 14 വർഷം നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. ജർമ്മൻ ടെക്നീഷ്യൻ എംപ്ലോയി ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ജർമ്മൻ ടെക്നീഷ്യൻ വന്നപ്പോൾ പോലും അദ്ദേഹം അത് കണ്ടിരുന്നില്ല, അത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ പലരും സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അവർ പലരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ കൊണ്ടുവരാൻ കഴിയുന്നു. ഇതെല്ലാം എന്ത് വന്നാലും അങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയും തന്നെയല്ല, അത് അന്ന് എടുത്തതുകൊണ്ട് എന്ത് നന്നായി. Over this period of time, you have made, we said in the introduction that 15 million people are walking around today with a product that you have made, which is lodged permanently in their mouth. What aspect of your business do you get the maximum satisfaction out of? എൻ്റെ കൂടെ പഠിച്ച റോയ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ആദ്യമായി സെറാമിക് പല്ലുണ്ടാക്കി കൊടുത്തു. പോർസിലിൻ ഫ്യൂസ്ഡ് മെറ്റൽ സെറാമിക്. അത് 35 വർഷത്തിന് ശേഷം റോയ് ആ പല്ലുമായിട്ട് ഏതാനും നാൾ മുമ്പ് ഞങ്ങൾ നേരിട്ട് കാണാനിടയായപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല, ഇത് ഭംഗിയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം. യഥാർത്ഥത്തിൽ അത് 15 വർഷത്തെ ആയുസേ ഉള്ളൂ, അതിൽ 15-20 വർഷത്തെ. എന്നാൽ 35 വർഷം കഴിഞ്ഞിട്ടും യാതൊരു രീതിയിലും ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ മനോഹരമായി അതിരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഞാൻ എന്നും ഞങ്ങളുടെ എംപ്ലോയീസിനോട് പറയാറുണ്ട്, നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും
ദൈവത്തിനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും? ദൈവത്തിനൊരു പല്ലുണ്ടാക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും? നിങ്ങളുടെ മനസ്സിൽ എന്നും അങ്ങനെയായിരിക്കണം. പേഷ്യൻസ് പണമുള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. എന്നാൽ അവർ ഇത്രയും പണം മുടക്കി ഇത് ചെയ്യുമ്പോൾ മനസാക്ഷിക്ക് അനുസൃതമല്ലാതെ ഒരു കാര്യവും ചെയ്യരുത്. എൻ്റെ മനസ്സിലെ ചിന്ത തുടങ്ങിയ കാലം മുതൽ അങ്ങനെയാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് ഹാനികരമാവുന്ന ഒരു കാര്യവും ഒരിക്കലും ഒരു റോ മെറ്റീരിയലും ഡെൻകെയർ ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ മരണം വരെ ഉപയോഗിക്കുകയുമില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ എല്ലാവരുടെയും ആ ചിന്ത അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഡെൻകെയർ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഏതാണ്ട് 15-20% എക്സ്പെൻസീവാണ്. എങ്കിലും ഞങ്ങൾക്കൊരു രീതിയിലും ചെയ്താൽ തീരാത്ത മാതിരി അത്രമാത്രം ഓർഡർ ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടുത്തെ പ്രമുഖരായ പലരുടെയും, എല്ലാവരുടെയും പേര് പറയാൻ കഴിയില്ലല്ലോ, പ്രമുഖരായ ഒട്ടുമിക്കവരുടെയും അവരെല്ലാം ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഞങ്ങൾ ഉണ്ടാക്കിക്കൊടുന്ന പല്ലുകളാണ്. അതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷം. പണമുണ്ടായി വരുന്നതിലല്ല, പക്ഷേ അതെല്ലാം കാണുമ്പോൾ ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ. Is looking to invest in any state in India for the manufacturing of a very niche product which requires highly educated and high level of craft and intellectual and scientific input. Okay, but when this person is surveying the whole country, he is seeing that okay, there is this small place in the south of India, but he's getting all these mixed opinions. Okay, and you have an opportunity to convince him to come to Kerala. ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് പറയും, നിശ്ചയമായും അങ്ങ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ കേരളത്തിലേക്കാണ് വരേണ്ടത്. കേരളത്തിൽ വന്നാൽ നല്ല ഹൈലി സ്കിൽഡായിട്ടുള്ള മലയാളി എവിടെ ചെന്നാലും അവിടെ പിടിച്ചു വയ്ക്കും. മലയാളികളിൽ വളരെ സ്കിൽഡായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളും മലയാളികളുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ വന്നാൽ ഞാനതിനെ എന്നും പ്രോത്സാഹിപ്പിക്കും. അദ്ദേഹത്തോട് എങ്ങനെ ഇവിടെ വരണമെന്ന് പറയും. അതിൻ്റെ പിന്നിൽ എൻ്റെ നാടിനോടുള്ള സ്നേഹം, ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങളോടുള്ള എൻ്റെ സ്നേഹം, അതാണ് അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവനെ കൺവിൻസ് ചെയ്യിപ്പിക്കും, ഏത് വിധേനയും കൺവിൻസ് ചെയ്യിപ്പിക്കും. ഞാൻ ഞങ്ങളുടെ ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറയും. ഈ 4000 ആളുകളിരുന്ന് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അവരപ്പോൾ തന്നെ കൺവിൻസ്ഡ് ആകുകയും അവർ വ്യവസായം ഇവിടെ ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ സമൂഹത്തോട് മുഴുവൻ പറയുകയാണ്, ഡെൻകെയർ നിങ്ങൾ വിസിറ്റ് ചെയ്യൂ. ആർക്കും വരാം. പുതിയ ഡെൻ്റൽ ലാബ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ വരാം. അവർക്ക് ഫോട്ടോ എടുക്കാം, അവിടെ വീഡിയോ എടുക്കാം, അവർക്ക് ഞങ്ങൾ എന്തൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാം കാണാം. അതങ്ങനെ തന്നെ അവർക്ക് അനുകരിക്കാം. എൻ്റെ മനസ്സിലെ ചിന്താഗതി, കിണറുണ്ട്, കിണറ്റിൽ വെള്ളമുണ്ട്. ആ വെള്ളം ഞാൻ കുടിച്ചാൽ മാത്രം തീരുമല്ലോ. എനിക്ക് ആവശ്യത്തിനല്ലേ എനിക്ക് കുടിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നും ഹെൽത്തി കോമ്പറ്റീഷന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനൊരിക്കലും വില കുറച്ച് ഒരു പ്രോഡക്റ്റ് ഒരിക്കലും വിറ്റ് ആരോടും കോമ്പീറ്റ് ചെയ്യുകയില്ല. ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. ആ ക്വാളിറ്റിയാണ് ഡെൻകെയറിനെ എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും മനുഷ്യത്തിന് ആവശ്യകരമായ ഏത് കാര്യവും ഇവിടെ കേരളത്തിൽ വന്നാൽ തുടങ്ങാൻ കഴിയുമെന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി പോകുമ്പോൾ അവർ ഓടി വന്ന് ഇവിടെ ഒന്ന് തുടങ്ങിയിരിക്കും എന്നുള്ളതാണ് സത്യമായ യാഥാർത്ഥ്യം. 40 വർഷമായിട്ട് ബിസിനസ്സിലുണ്ട്. കുറേ മറ്റ് ബിസിനസ്മാനോട് സംസാരിച്ചിട്ടുണ്ടാവും, അവരോട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതേസമയം അന്യ സംസ്ഥാനത്തിൻ്റെ ബിസിനസ് പേഴ്സൺസോട് സംസാരം, ഡീലിംഗ് എക്സെട്ര ചെയ്തിട്ടുണ്ടാവും. ഇഫ് ഐ ആസ്ക് യു ദാറ്റ് വാട്ട് ഈസ് ദ കേരള വേ ഓഫ് ഡൂയിങ് ബിസിനസ്, ദാറ്റ് ഈസ് കേരളത്തിൻ്റെ ബിസിനസ് രീതി എന്താണ്? ഒരു കേരളത്തിൻ്റെ ബിസിനസ്സും പുറത്തുള്ള ബിസിനസ്സും എന്താണ്? വാട്ട് ആർ ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സക്സസ്ഫുൾ കേരള ബിസിനസ് എന്ന് വെച്ചാൽ വാട്ട് വിൽ യു സേ, ഓർ ബിസിനസ് മാൻ, വാട്ട് എവർ? ഞാൻ കണ്ടുള്ള പലരും അവരെ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്താഗതി ഉള്ളവരാണ് പലരും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കാരണം ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്ത്യ വളരുക എന്നുള്ളത് അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, ആവശ്യമാണ്. അതങ്ങനെ ചിന്തിക്കുകയും ചെയ്യണം. പക്ഷേ കേരളത്തിലെ ആളുകൾക്ക് ഒന്നുകൂടെ പ്രോഡക്ട്സ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മറ്റാളുകളേക്കാൾ കുറച്ച് കൂടുതൽ ഒരു ഫോക്കസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദി ആൻസർ സോ ഫാർ.
I'll ask you a final question, and with this we will conclude. When you look back at your life, if I were to ask you, what is the purpose of your existence? What is your purpose of being here? What would you say? സാറേ, എൻ്റെ ചിന്താഗതി, ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നു. ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ കരഞ്ഞ് വന്ന മനുഷ്യനാണ്. കേവലം 250 രൂപ ശമ്പളത്തിന് അറ്റൻഡറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. ഇന്നൊരു മാസം ശമ്പളം കൊടുക്കാൻ ഏതാണ്ട് 12 കോടി രൂപയോളം വേണം. ഒരു സൈക്കിൾ മേടിക്കാൻ ഞാൻ കൊതിച്ചു. ഇന്ന് ജീവനക്കാരെ കൊണ്ടുവിടുവാനും കൊണ്ടുവരാനും എല്ലാമായി കമ്പനിയിലെ ആവശ്യങ്ങൾക്കായി തന്നെ ഏതാണ്ട് 100ഓളം വാഹനങ്ങളുണ്ട്. അതിനകത്ത് ബസ്സുകളുണ്ട്, മറ്റു വാഹനങ്ങളുണ്ട്. ഒരു അവാർഡ് പോയിട്ട് മനസ്സിൽ പോലും ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ മുൻ പ്രസിഡൻറ്റിൽ നിന്ന് അവാർഡ് കിട്ടി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് എല്ലാം അങ്ങനെയുള്ള ഏതാണ്ട് 100ഓളം അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ കമ്പനി വിറ്റാൽ 3500 crore 3500 കോടി വാല്യുവേഷനുള്ള കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി. എനിക്ക് നല്ല വീടുണ്ട്. എനിക്ക് തക്ക തുണയായിട്ട് ഒരു ഭാര്യയുണ്ട്, മാലാഖയെപ്പോലുള്ള ഭാര്യ. ഞങ്ങൾ തമ്മിൽ ഒറ്റ ഹൃദയമാണ്, ഒരു മനസ്സാണ്. എൻ്റെ വീടൊരു കുഞ്ഞു സ്വർഗമാണ്. 4 മക്കളുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിലെ ആത്യന്തികമായ ചിന്ത, ഞാൻ കരഞ്ഞ് ജീവിതം ആരംഭിച്ച മനുഷ്യനാണ്. 15ാമത്തെ വയസ്സ് വരെയും ജീവിതം കരച്ചിലായിരുന്നു. നിരാശപ്പെട്ട് എന്തിനു ജീവിക്കണമെന്നോർത്ത് എങ്ങനെയെങ്കിലും മരിച്ചില്ലെന്ന് ചിന്തിച്ച മനുഷ്യനായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ കിട്ടി, എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കിട്ടി, ദൈവാശ്രയം കിട്ടി, ദൈവത്തിനായി ജീവിക്കണമെന്നുള്ള ചിന്ത വന്നു. കരയുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി ഞാൻ കാണുന്നത്. ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയാതെ, ആരോരും അറിയാതെ, പ്രശസ്തിക്കും പേരിനും വേണ്ടിയിട്ടല്ല, ആരും അറിയാതെ അനേകരെ സഹായിക്കാനിടയാകുക. ഞാൻ മരിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ വാച്ച് 17 കൊല്ലം മുമ്പ് മേടിച്ചതാണ്. എൻ്റെ മക്കൾ എനിക്ക് തന്നുവിടില്ല. എന്നെ ഒരു വെള്ളത്തുണിയിട്ട് മൂടി പുതപ്പിച്ച് എന്നെക്കൊണ്ട് എവിടെയെങ്കിലും ശവസംസ്കരിക്കും. ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മരിക്കുമ്പോൾ എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ അനേകരെ സഹായിക്കുന്നത്, പേരും പ്രശസ്തിയും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, സമ്പത്തും കൊണ്ടുപോകാൻ പറ്റില്ല. കരയുന്ന മനുഷ്യരുടെ കണ്ണീര് തുടയ്ക്കാനിടയാകുക, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അനേകർ കരയുന്ന മനുഷ്യരുണ്ട്, അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ എന്നാലാകുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്, ആരും അറിയാതെ. മറ്റൊരു കാര്യം, ഞാനൊരു ക്രിസ്തു വിശ്വാസിയാണ്. എന്നാൽ ഞാൻ എല്ലാ മതത്തിലുള്ള ആളുകളെയും സ്നേഹിക്കുന്നു. ശ്രീനാരായണ ഗുരു പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ദൈവം സൃഷ്ടാവാണ് ഒരുവൻ, മനുഷ്യൻ സൃഷ്ടിയാണ്. നാം എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ജീവിക്കേണ്ടതാണ്. ഡെൻകെയറിൽ ഞങ്ങൾ ഒരിക്കലും മതം പറയുകയില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഏതെങ്കിലും ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതിന് മതം നോക്കില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഒരു ജാതി മനുഷ്യജാതി, ഒരു മതം മനുഷ്യമതം, ഒരു ദൈവം, ഗോഡ് ഈസ് ലവ്. ദൈവം ഹൃദയത്തിലുണ്ടെങ്കിൽ കരയുന്ന ആളുകളോട് കരയണമെന്ന് തോന്നും. ദൈവം ജീവിതത്തിലുണ്ടെങ്കിൽ ആരെങ്കിലും ദുഃഖിക്കുമ്പോൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് തോന്നും, അവരെ ആശ്വസിപ്പിക്കണമെന്ന് തോന്നും. ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരു എൻകറേജ് ചെയ്യണമെന്ന് തോന്നും. ദൈവം ജീവിതത്തിലുണ്ടെങ്കിൽ ആരോടും പക വരില്ല. പക ജീവിതത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ജീവിതത്തിലില്ലെന്നാണ്. ഇങ്ങനെ ഒരു ദൈവ മനുഷ്യനായി ദൈവം നോക്കുമ്പോൾ എന്തെല്ലാം ഒരു മനുഷ്യൻ ചെയ്ത് ആരെയെല്ലാം സഹായിക്കാൻ പറ്റുമോ ഒരു സ്നേഹത്തിൻ്റെ ഒരു മാതൃകയായി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുസ്തകം ഏതാவது എഴുതിയിട്ടുണ്ടോ? ഉണ്ട്, പുസ്തകമുണ്ട് സാറേ. എൻ്റെ ജീവചരിത്രമൊരു പുസ്തകമുണ്ട്. അത് വെച്ചിട്ട് അതൊരു പ്രൊഫസർ എഴുതിയതാണ്. അത് കോതമംഗലം കോളേജിൽ ഒരു പ്രിൻസിപ്പലായിരുന്ന ആൾ, അദ്ദേഹം 15 വർഷം പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹമാണ് എഴുതിയേക്കണേ. ഒരു പ്രൊഫസർ ബേബി എം വർഗീസ് സാർ, അദ്ദേഹമാണ് എൻ്റെ പുസ്തകം എഴുതിയത്. അത് മലയാളത്തിലാണ് അത് പ്രകാശനം ചെയ്തത്. ശശി തരൂർ സാറാണ്. ഇംഗ്ലീഷ് ആക്കിയോ? ഇംഗ്ലീഷ് ആക്കാൻ ഞങ്ങൾ പണിപ്പുരയിലാണ്. DC ബുക്സ് ആണ് അത് പ്രകാശനം ചെയ്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.